സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ശിഷ്യബോധിയെ നമിച്ചുകൊണ്ട്, വേദിയിലും സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മളെപ്പോഴും നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നമ്മളെപ്പോഴും ഗുരുവിനെക്കുറിച്ച് 2 വാക്ക് പറയുമ്പോഴായി. നിരന്തരം നമ്മളിതിനെക്കുറിച്ച് പഠിക്കണം. കാരണം ഈ ആശയം ആദ്യകാലത്തുള്ളതും പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് മനനം ചെയ്യാതെ നമ്മുടെ മറന്നുപോയതുമായ വലിയൊരു ആശയത്തിൻ്റെ തുടക്കക്കാരാണ് നമ്മൾ. പ്രത്യേകിച്ച് നമുക്ക് ഈ പൗർണമി പ്രാർത്ഥനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ഗുരുവിൻ്റെ ഒരു അവസ്ഥാപൂർത്തീകരണം എന്ന രീതിയിൽ ഗുരു അത് ഒരു ഗുരുവാണിയിലാണ് പറയുന്നത്. 33 കഴിഞ്ഞപ്പോഴാണ് ഈ അറിവ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പൗർണമി പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മൾ വരുമ്പോൾ ഗുരു പറയുന്നത് 3 ഗ്രഹങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. അതേതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാത്ത നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാ? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ. ഇത് 3ൻ്റെയും ആകർഷണ ഫലങ്ങൾ ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരും. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ്. അതന്ന് ആ ഒരു ഗുരുവാണി വായിക്കുമ്പോൾ അതിൽ ഗുരു പറയുന്നുണ്ട്, അത് സ്ഥൂലത്തിലും തന്നെ സൂക്ഷ്മത്തിലും ഗുണമാണ്. അപ്പോൾ ഗുരു പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആ 6 ചക്രങ്ങളായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ജീവൻ്റെ ഊർജത്തെ ഈ ബന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ ദിവസം ഇന്നാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയൊക്കെ നമ്മുടെ ഏറ്റവും നല്ല കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തും. അത് ഭാരതത്തിൻ്റെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അറിവ് നമുക്ക് കിട്ടിയിരുന്നു. കാരണം അത് സൂര്യനും ചന്ദ്രനും ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ തലം. ഇതിൽ ഈ ജീവഗണങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടെ ഈ ജീവഗണങ്ങളെല്ലാം ഭൂമിയിലേക്ക് വരുന്നത് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തള്ളിച്ചുകൊണ്ടാണ്. അത് ചന്ദ്രമണ്ഡലത്തിൽ ചെന്ന് തട്ടിയിട്ട് അത് ഭൂമിയിലേക്ക് വരും. ഇതിന് വിപരീതമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവിടെയാണ് നമ്മുടെ നാട്ടിൽ മോശമായ പല കാര്യങ്ങളും ഇല്ലെങ്കിൽ അങ്ങനത്തെ ജീവനുകൾ വന്ന് ജനിക്കുന്നത്. സേതാസേതോപനിഷത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. വെള്ളത്തിൽ വീഴേണ്ടത് വെള്ളത്തിൽ തന്നെ വീഴും, കരയിൽ വീഴേണ്ടത് കരയിൽ തന്നെ വന്ന് വീഴും ആ ജീവൻ. അതിനെ മോഡേൺ സയൻസ് ന്യൂട്രോൺസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതെന്തു വേണമെങ്കിൽ വിളിക്കാം, കണങ്ങളെന്നും വിളിക്കാം. ഈ ജീവൻ്റെ ഈ തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് ജനിച്ചാൽ, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ധാർമ്മികമല്ലാത്ത ഒരു ജീവൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അന്ന് മുതൽ അസ്വസ്ഥതകൾ തുടങ്ങും. ഈ ഗതികേട് നമ്മുടെ വീട്ടിൽ ഏത് തരത്തിൽ വേണമെങ്കിലും വരാമെന്നാണ് ഗുരു പറയുന്നത്. അതിൻ്റെ ഒരു വശം കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗതികേട് ആ ഗോത്രത്തിനെ ഇല്ലാതാക്കാനുള്ള വലിയൊരു വശം അവിടെ കയറി വരും. ഇവിടെ തന്നെ കണ്ണൂരിൽ തന്നെ എൻ്റെ കയ്യിലുള്ളൊരു ഗുരുവാണിയാണ്. ഗുരു സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ, ആരോടാ പറയുന്നത് എനിക്കറിയില്ല. ഒരു പെൺകുട്ടി ഗംഭീരമായി പാടുന്നുണ്ട് ഗുരുവിൻ്റെ മുന്നിൽ. പല കാര്യങ്ങളും 2-3 ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ജനിച്ചിരിക്കുന്ന പൗർണമിയെക്കുറിച്ചൊക്കെ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി തന്നെ? പറഞ്ഞു നല്ല പാടാൻ കഴിവുണ്ട്, അങ്ങനെ കഴിവുണ്ട്. അപ്പോൾ ഗുരു വീണ്ടും ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് മനസ്സിലാവുന്നത്? ഇത് ഗുരു പറയുന്നത്, ചില സ്മാർട്ടായിട്ട് പല ആൾക്കാരും പ്രവർത്തിക്കുന്നത് അവരുടെ പിതൃക്കൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഈ കുട്ടിയെ പാടിപ്പിച്ച് ഇവരുടെ കുടുംബത്തിലെ ഒരു ദേവി ആരാധനയാണ് ഗുരു പറയുന്നത്. ഈ ആരാധന രീതി ഈ കുട്ടിയെ പാടിപ്പിക്കുക, നന്നായി പാടുന്നു. ഇത് കാലക്രമേണ കുട്ടിയെ വഴിതെറ്റിക്കുന്നതാണ് ഗുരു പറഞ്ഞത്. ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയും, ഗുരു എന്നോട് എന്തോ ദേഷ്യമുണ്ട്.
ഇന്ത്യയുടെ അറിയപ്പെടുന്ന വലിയൊരു സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറിനോടും ഗുരു ഇതാ പറഞ്ഞു. എന്താ പറഞ്ഞു? നീ അഭിനയം നിർത്തണം. അതാണ് ഗുരുവിൻ്റെ വാക്കുകളെല്ലാം വിചിത്രമായിരിക്കുമെന്ന് പറയാം. ദൈവത്തിൻ്റെ വാക്ക് വിചിത്രമാണ് അല്ലേ? അത് നടപ്പിലാവുക എന്ന് പറയുന്നത് വളരെ അപ്പോൾ പൗർണമിയുടെ ആ മഹിമയിലാണ് ഗുരു പറഞ്ഞത് ആ കുട്ടിയോട്. എന്താണ്? ഈ ഋതുക്കളുടെയും ഇതുപോലെ ആരാധനാമൂർത്തികളുടെയും എന്തിനാണ് നമ്മളടുത്ത് വരുന്നത്? ഇവര് എന്തുകൊണ്ടാണ് ഇവർ വരുന്നത് നമ്മളടുത്ത്? നമ്മുടെ ജീവന് ഒരു ജീവന്റെ പുണ്യാംശം ഉണ്ടെങ്കിൽ ഇവർ വരുള്ളൂ. അപ്പൊ ഈ കുട്ടിയിൽ ഇരിക്കുന്ന ഈ ജീവന്റെ ആ പുണ്യാംശം കണ്ടിട്ടാണ് ഈ പൃഥുക്കളും ഈ ആരാധനാമൂർത്തിയും ഇവരുടെ കൂടെ ഒന്ന് ചേരും. അങ്ങനെ വരുന്നവർക്ക് ആദ്യം ആശ്രമത്തിൽ വന്നിട്ട് ഇപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് പ്രജീഷും സാറൊക്കെ പറയാറുണ്ട് പല കുട്ടികളെ കുറിച്ച്. പണ്ടിവിടെ ഭയങ്കര ആരാധനയായിരുന്നു സ്വാമി അവർ ചെയ്തിരുന്നത്, ഭയങ്കര വെല്ലടിയായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. ഇപ്പൊ വരാറേയില്ല. അപ്പൊ അവനെ കാണാനുമില്ല. അവൻ മാത്രമല്ല ഈ വഴിക്ക് കാണാനില്ല. ഞാൻ അവരെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു വരാ സ്വാമി, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന നമ്മുടെ പൃഥുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ DNA അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോമിൽ കയറിക്കിടക്കുന്ന ഒരു വാസന നമ്മളെ ഈ പ്രസ്ഥാനത്ത് നിന്ന് അകറ്റും. അതാണ് ആ കുട്ടിയുടെ കാര്യത്തിലും ഗുരു പറഞ്ഞത്. ഇവർ ഒരു കാലഘട്ടം എത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു അച്ഛനമ്മമാർ ഇവർ വഴിതെറ്റിക്കും. പ്രത്യേകിച്ച് കല്യാണം വരും, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും കൊണ്ട് ഇവർ വഴിതെറ്റിക്കും. അവിടെയെല്ലാം ഗുരു ഈ പൗർണമിയുടെ പ്രാധാന്യം എടുത്ത് പറയുന്നത്. അതൊരു സന്യാസിയായാലും ബ്രഹ്മചാരി ആയാലും ഒരു ഗൃഹസ്ഥനായാലും ആരായാലും അവരുടെ വീട്ടിലുണ്ടാകുന്ന കടത്തിനും ദുഃഖത്തിനും വിഷമത്തിനും കുടുംബത്തിൽ ഐക്യമില്ലാത്തതിൻ്റെയും കാരണം ഈ ജീവനുകൾ അന്നും തന്നെ ചന്ദ്രമണ്ഡലം കടന്നു പോകാത്തതുകൊണ്ടാണെന്ന് ഗുരു പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു സംശയം സ്വാഭാവികമായിട്ടും വന്നത് എന്താണ് ഈ ചന്ദ്രമണ്ഡലം? ഇപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു വലയം ആയി നിൽക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശത്തിൻ്റെ വലയമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അത് കടന്ന് ഒരു ജീവൻ പോകണമെങ്കിൽ ആ ജീവന് അതോളമുള്ളൊരു ശേഷിത്വമാണ്. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും നമ്മളോട് പറയുന്നത്, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സദ്ഗുരുവെ ശരണമെന്നും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഗുരുവിനെ പ്രാർത്ഥിച്ച് ചെയ്യണമെന്നും ഏത് ചെയ്യുമ്പോഴും ഗുരുവിനെ സ്മരിക്കണമെന്ന് പറയാം. എന്തിനുകൊണ്ടാണ്? നമ്മൾ ഈ ശരീരം വിടുന്ന ആ നിമിഷം നമുക്ക് ഗുരുവിനെ സ്മരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എവിടെ വെച്ചൊന്നും ചാടുക? മുത്തപ്പൻ അല്ലേ? ഇവിടത്തൊക്കെ സാധനങ്ങൾ എന്തെങ്കിലും മുത്തപ്പൻ, പിന്നെന്താണ് എന്തൊരു ദേവിയുടെ മുച്ചിൽ ദേവി, എന്താണ് എന്തോ ഒരു ഭഗവതി ആയിക്കോട്ടെ അല്ല, ഓരോ രാജ്യത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മൊത്തം ഒരു വലിയൊരു കാര്യം നടക്കുകയാണ്. എന്താണ് അവിടെ? ആറ്റുകാൽ പൊങ്കാല. എന്താ ആറ്റുകാൽ പൊങ്കാല? ഉറക്കെ പറയും. ആറ്റിൽ വീണ് മരിച്ചിട്ടുള്ള ദേവിക്ക് പൊങ്കാല. എൻ്റെ പൊങ്കാല പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നമ്മൾ ബലിയിടില്ലേ? തമിഴ്നാട്ടിൽ അതിന് പൊങ്കാല എന്നാണ് വിളിക്കുക. മരിച്ചവർക്ക് വേണ്ടി പൊങ്കാല. അപ്പൊ ഇതുപോലത്തെ ഓരോ സ്ഥലത്തിലെയും ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലത്തെ ആരാധനയുടെ കീഴിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ ഈ കർമ്മത്തിന്റെ വശമാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരിക. ഇതാണ് നമ്മുടെ വീട്ടിലെ സകല അസ്വസ്ഥതയ്ക്കും സകല ദാരിദ്ര്യത്തിനും സകല ഐശ്വര്യത്തിനും, അതും പറയാം, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. കുറേ ഇല്ല പൈസക്കാരനാണ്, എനിക്ക് എല്ലാ സുഖമുണ്ട്, എല്ലാം പറഞ്ഞു വന്ന ഗുരുവിൻ്റെ മുന്നിൽ വന്ന ആളോടും ഗുരു പറഞ്ഞത്, എടാ നിനക്കെല്ലാം ഉണ്ട്, പക്ഷേ ജീവന്റെ ഗതിവിധിക്ക് വേണ്ടതില്ല എൻ്റെ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, അയാൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന കാറിന്റെ വില 1 കോടി രൂപയാണ്. 1 കോടി രൂപയുടെ കാറിലാണല്ലോ ഒന്ന് ഇറങ്ങിയിരിക്കുന്നത്. അയാളോടാണ് പരമകാരുണ്യവാനായ ഗുരു പറയുന്നത്, നിനക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ജീവന്റെ ഈ ഗതിവിധിയുടെ കർമ്മത്തിനെ പൂർത്തീകരിച്ചെടുക്കാനുള്ള വഴി നിനക്ക് അടഞ്ഞു കിടക്കുക. നീ ഇത്രയും പുണ്യമായി ജനിച്ചിട്ടും നിനക്ക് ഇതിന്റെ പൂർത്തീകരണ കർമ്മത്തിലെത്താൻ പറ്റാത്തൊരു ഗതികേട് നിന്നിൽ കാണുന്നുണ്ട്.
എന്നെ പോലെ അന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെല്ലാം അതൊരു അത്ഭുതമായി. 95 കാര്യം ഞാൻ പറയും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നൊരു വാഹനമാണ്, വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാഹനത്തിൽ അയാൾ വന്ന് ഇറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ബിസിനസിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അവർ. പക്ഷേ ഗുരുവിന്റെ മുന്നിൽ എന്താണ് ഗുരു നോക്കുന്നുള്ളൂ? ഇപ്പോൾ ഈ ഇരിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മാഷിന്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥിക്ക് മാഷ് എന്താ പറഞ്ഞു കൊടുക്കുക? ആ കോളേജിൽ തന്നെ നീ കാലാകാലം ഇരിക്കണം, അങ്ങനെയാണോ പറയുക? അല്ലേ? എവിടെയും പോകണ്ട, നീ ഒരു 10-20 ബെഞ്ച് വലിച്ചു കൂട്ടിയിട്ടൊരു ക്ലാസ് റൂം മുഴുവൻ പിടിച്ചെടുത്തോ. എന്നിട്ട് എത്ര കാലം ഇരുന്നോ? ഇഷ്ടം പോലെ കാലം ഇരുന്നോ എന്ന് എപ്പോഴെങ്കിലും പറയുമോ? പിന്നെ എന്താണ് അദ്ദേഹം പറയുക? ഇതാണ് ഗുരു നമ്മളോടും പറയും. ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്യരുത്? ജനിക്കാൻ പാടില്ല. നമ്മൾ ദിവസം അത് പ്രാർത്ഥിക്കുന്നില്ല ഗുരുവിനോട്? എപ്പോഴാണ് പ്രാർത്ഥിക്കണം? കരുണാകര ജയ ചൊല്ലുമ്പോൾ നമ്മൾ ദിവസവും ഗുരുവിനോട് ആവശ്യപ്പെടുന്ന എന്താ? ജന്യമൃതി ഹരണമാണ്. പക്ഷെ നമ്മൾ ദിവസം നോക്കുന്നത് സ്വർണത്തിന്റെ വില എത്ര കയറിയെന്നാണ്. അല്ലേ? നമ്മൾ നോക്കാറില്ല ദിവസവും പേപ്പറിൽ ഇന്ന് ഒരു പവന് 65 കടന്നു കേട്ടോ, ദൈവമേ എങ്ങനെ കുട്ടികളുടെ കല്യാണം നടത്തും ദൈവത്തിന് അറിയാന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ? ജനനവും മരണവും ഇല്ലാത്ത. അപ്പൊ ഗുരുവിന്റെ മുന്നിൽ ഏതൊരു ജീവി വന്നാൽ അതിനിപ്പോ ആരും ആയിക്കോട്ടെ, ഇനി എത്ര ചെറിയവനായിക്കോട്ടെ എത്ര വലിയവനായിക്കോട്ടെ, ഗുരുവിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അവനെ ഈ ഭൂമിയിലെ ഇതുപോലത്തെ അവന്റെ എന്തെല്ലാം കെട്ടുകളായി കിടക്കുന്നോ കെട്ടുകളറ്റ് അവൻ എന്ത് ചെയ്യണം? മുക്തി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കടക്കണം. അതിന് ഏറ്റവും പറ്റിയ പല കാര്യങ്ങളിലും ഒന്ന് ഗുരു പറയുന്നത്, നിങ്ങൾ പൗർണമിക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം, എന്തിനാണ് ഗുരുവെ പൗർണമിക്ക്? ഗുരു പറഞ്ഞത്, ഈ പ്രകൃതി അതിനു വേണ്ടി ഇണങ്ങി നിൽക്കുന്ന സമയമാണ് പൗർണമി. കാരണം ഒരു സൈക്കിള് കയറ്റത്തിൽ കൂടെ ചവിട്ടി കയറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത്? ഇറക്കത്തിൽ കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയുമായി നിലനിൽക്കുന്ന ഈ കണക്കിൽ നിന്റെ രാശിയുമായി ചേർന്ന് നിന്ന് വരുന്ന ആ പൃഥുക്കൾ, അപ്പൊ നമ്മളെപ്പോഴും ഇവിടെ പറയാറുണ്ട് പൃഥുക്കൾ എന്ന്, അല്ലേ? നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചാണ്, സത്യമല്ലേ ഞാൻ ചോദിച്ചത്? എന്നോടൊരു കുട്ടി ചോദിച്ചാണ്, സ്വാമി ഇത് ആൾക്കാരെ പറ്റിക്കാനല്ല നിങ്ങൾ ഈ ഇതൊക്കെ എഴുതിപ്പിക്കണം, എന്ത് പുഷ്പാഞ്ജലി ആണോ അല്ലേ? നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ പരപതി ഒരു ഉറക്കത്തിലാണ്, എപ്പോഴാ ചോറ് കിട്ടുക ബെല്ലടിക്കാന്നിട്ട് നമ്മൾ ഈ കാത്തിരിക്കുക, അല്ലേ? പൃഥുക്കൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്ര നേരം സംസാരിച്ചു പൗർണമിയിലാണെന്ന്. എന്താണ് ഈ പൃഥുക്കൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ജീവനുണ്ടോ? ജീവനെ ആരെയും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജീവനെ അനുഭവിച്ചിട്ടുണ്ടോ? സത്സംഗത്തിൽ എപ്പോഴും നിശബ്ദത ശരിയല്ല. എന്തായാലും മിണ്ടാത്ത? അറിയാത്തതുകൊണ്ടാണ്. സത്യമാണോ? ഇത് കേനോപനിഷത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ഞാൻ എന്തുകൊണ്ടാണ് കാണുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ശ്വസിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് രുചിക്കുന്നത്? വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മര്യാദയ്ക്ക് ഗുരുവാണി വായിക്കാറില്ല, പിന്നെ കേനോപനിഷത്ത്. കേൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് ചോദ്യമുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഭാരതത്തിൽ മനസ്സിലാക്കുക, ബാക്കിയൊക്കെ പൊട്ടത്തരമാണ്. ഏതാണോ ചോദ്യവും ഉത്തരവുമായിട്ടുള്ളത്? നമ്മുടെ ഗുരുഗീത കണ്ടിട്ടുണ്ട്, എന്താണ്? ചോദ്യോത്തരം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ഭഗവത്ഗീത ചോദ്യോത്തരങ്ങൾ. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ വശം ചോദിച്ചിട്ട്, ജീവൻ എന്താണെന്ന് ചോദിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഗുരു പറയണം, എടാ ജീവനാണ് നിന്റെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് പറയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ ശരീരത്തിൽ ഏതിന്റെ സാമീപ്യം കൊണ്ടാണോ നീ കാണുന്നത് അതിനെയാണ് നീ എന്ത് വിളിക്കേണ്ടത്? ജീവൻ. ഏതിന്റെ സാമീപ്യം കൊണ്ടാണോ നീ കേൾക്കുന്നത് അതിനെ എന്ത് വിളിക്കണം?
ജീവൻ. ഏതിൻ്റെ സാമീപ്യം കൊണ്ടാണ് നീ രുചിക്കുന്നത്? അത് അതാണ് എന്ത്? ജീവൻ. അത് ബ്രഹ്മത്തിൻ്റെ ഒരു അംശം. അത് നിന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രുചിക്കാൻ പറ്റുമോ? കാണുമോ? പീസാക്കിയാൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ? ഏതൊന്നിന്റെ സാമീപ്യം കൊണ്ടാണ് ഭൂമി തിരിയുന്നത്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അച്ചുതണ്ടിലാണ് തിരിയുന്നത്. പക്ഷെ അത് തിരിയിപ്പിക്കുന്ന ആരാ? അതിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഏതൊന്നിന്റെ സാമീപ്യം കൊണ്ടാണ് ഈ അണ്ടകടാഹം അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ എല്ലാ ഗ്രഹങ്ങളും കൃത്യത്തിൽ തിരിയുന്നത്, മാഗ്നറ്റിക് തിരിയുന്നത്, അതിനെന്ത് വിളിക്കണം? ഈശ്വരൻ എന്ന് വിളിക്കുക. എന്നാൽ അത് ഈശ്വരനല്ല എന്നും പറയേണ്ടതില്ല. ആ ഗുരു യഥാർത്ഥ ഈശ്വരന്റെ ഒരു അംശം മാത്രമാണ്. ഏതൊന്നിന്റെ സാമീപ്യം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്, ആ സാമീപ്യത്തിന് എന്ത് വിളിക്കണം? ബ്രഹ്മമെന്ന് വിളിക്കുക. എന്നാൽ യഥാർത്ഥ ബ്രഹ്മം അതല്ല, അതിൻ്റെ അപ്പുറത്താണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ആ സത്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ജീവൻ എന്നും. ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് മാറിയാൽ ഇല്ലാതാവോ? ശരീരം എന്ന ബോധത്തിൽ ഇല്ലാതാവുന്നു. പക്ഷെ അതിന് എന്തുണ്ട്? ആ ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കാൻ പറ്റും. അത് മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. ആ രൂപത്തിൽ നിന്നുകൊണ്ട് ആ ഊർജമാണ് എൻ്റെ ശരീരത്തിൽ ഊർജമായി പ്രവർത്തിക്കുന്നെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ക്വാണ്ടം തിയറി എന്ന് നമുക്ക് സാറിന് പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ നമ്മുടെ പൃഥ്വിരാശിയുടെ തലവൻ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തി എന്ത് ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ചലിക്കും. ഇപ്പോൾ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. 50 രൂപയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഒരാൾ ഒരു ലോറി നദര ഉള്ളിലേക്ക് പോയി. എത്രയോ ദിവസം നമ്മൾ തെരഞ്ഞു അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? നമ്മുടെ ആശ്രമത്തിന് അടുത്തൊരു ഒരാളാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വരുമ്പോൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. മണ്ണിടിഞ്ഞ് വന്നിട്ട് നേരെ നദറുള്ളിലേക്ക് പോയി. അയാളെ കിട്ടിയില്ല, മരിച്ചു. കുറേ കാലത്ത് തെരച്ചിൽ കാരണം 1.5 മാസത്തെ ശേഷമാണ് അയാളെ ലോറിയും ബോഡിയെ കിട്ടിയത്. വേറൊരാൾ പറഞ്ഞു, ഞാനും അവനും ഒപ്പം വന്നതാണ്. ഞാനൊരു പഞ്ചർ ഒട്ടിക്കണം അവിടെ നിന്നു, ഞാനും അവന് നിന്നു. 50 രൂപ കൂട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ലേള കൂടി. ആരോട്ട് പഞ്ചർ ഒട്ടിക്കണേ. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ ചായക്കടയിൽ നിൽക്കാം, നീ ഇത് തീർത്തിട്ട് എവിടെ വന്നാൽ മതി, അവിടെ എത്തിയാൽ മതി. ആ 50 രൂപയാണ് എൻ്റെ ജീവനെ രക്ഷിച്ച്. 50 രൂപയ്ക്ക് ഞാൻ അവിടെ നിന്നിട്ടില്ലെങ്കിലോ ഇവന്റെ കൂടെ 6 ലോറിയുടെ കൂടെ ആരും പോയിട്ടുണ്ടാവും, 7ാമത്തെ ലോറിയും എൻ്റെ വണ്ടിയും പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവനെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവനെ പല രീതിയിൽ തടസ്സപ്പെടുത്തുകയും, സാറ് പറഞ്ഞ പോലെ കിണറ്റിൽ ഗുണം ദൈവനിശ്ചയം എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ നമ്മുടെ ഈ ഊർജത്തിന്റെ മെയിൻ ഊർജമായി നിൽക്കുന്ന ആരാധനാമൂർത്തിയോ ഇതുപോലെ പൃഥുക്കളോ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് എവിടെയെങ്കിലും നമ്മളെ ചിന്തയിൽ കൊണ്ടുവരും. ഇന്ന് പൗർണമിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്തു പറയും? ആഹ്ലാദം ജ്വല്ലറിയിൽ ഇന്ന് 2 കൊട്ടേഷനിലെ ഓർഡർ വരും. ആഹ്ലാദം ഇലക്ട്രിക്കലില് എന്ത് ഓർഡർ വരും? എവിടെയും കിട്ടാത്ത ഓർഡർ ഒന്നും അത് കിട്ടില്ല. നമുക്കും അറിയാം, അവർക്ക് അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഇന്ന് സ്വാമിയുടെ എന്തെങ്കിലും പറഞ്ഞ് മാറാം, ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൊട്ടേഷൻ ഒന്ന് കൊടുത്തു നോക്കി, ഏകദേശം 10-40 ലക്ഷം രൂപയുടെ ഓർഡറാണ്. ഇങ്ങനെ പല കാര്യത്തിലും ദാമോദരേട്ടൻ അങ്ങനെ ഒരു അനുഭവം പറയും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ആക്സിഡന്റ് ആയ സമയത്ത് അല്ലേ, അദ്ദേഹത്തിനെ വലിച്ചു മാറ്റിയിട്ടുള്ളൊരു സാധനം. ഇതുപോലെയാണ് നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ കടം എടുക്കണോ എടുക്കേണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇന്നിപ്പോൾ ഒരു അമ്മ എന്നെ രാവിലെ വിളിച്ചിരുന്നു കോഴിക്കോട്, ഇതേപോലെ അബദ്ധം ചെയ്തിട്ട്. ഈ പൃഥ്വിരാശിയിൽ നിൽക്കുന്ന ഊർജം നമ്മുടെ ഊർജത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ എവിടെയെങ്കിലും നമ്മളെ കുഴപ്പം. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അത്രയൊന്നുമില്ല, 2 ലക്ഷം രൂപ കടയിലെടുക്കുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും അത് വീട് ഈ 2 ലക്ഷം ആയിരിക്കും പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം? മാർത്തിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു കയറ്റും നമ്മൾ സ്നേഹം കാണിച്ചിട്ട്. 8 പണി കിട്ടുന്ന ഈ സാധനങ്ങളാണ്. ഇതിന് കാരണം ഇവരാണ്. അതിനാണ് എല്ലാ കാര്യങ്ങളും ഗുരുവിനോട് ചോദിക്കണം പറയും. ഇവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്നാ
പൗർണമിയിലാണ് ഗുരു പറഞ്ഞത്. കാരണം എന്താ? ഇപ്പോൾ ഈ സ്ഥലം നിങ്ങളോട് വൃത്തിയാക്കാൻ പറയും. ഈ കസാലയെല്ലാം പുറത്തിട്ടിട്ട് വൃത്തിയാക്കാൻ പറയുന്നതാണ് എളുപ്പം. ഈ കസാലയൊക്കെ ഇട്ട് നിങ്ങളിവിടെ ഇരുത്തിക്കൊണ്ട് വൃത്തിയാക്കണമാണോ നല്ലത്? നിങ്ങളെല്ലാവരും പുറത്തിരുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഇതേപോലെ പൗർണമിക്ക് ഇത് 3 ഒരേ ഇതിൽ വരുമ്പോൾ എന്താ സംഗതി? ഗുരുവിന് ഇതിനെ എളുപ്പത്തിൽ ശുദ്ധിയാക്കാൻ പറ്റും. പാലക്കാട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മൃഗഡോക്ടറാണ്. അദ്ദേഹം ജില്ലാ മൃഗാസ്പത്രിയിലെ ഏറ്റവും ഹെഡായിരുന്നു. അദ്ദേഹത്തിന് പണിക്കൊന്നും പോകണ്ട, എങ്കിലും അദ്ദേഹം വീട്ടിൽ ഇഷ്ടം പോലെ മൃഗങ്ങളെ നോക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വലിയൊരു കുടുംബത്തിൻ്റെ അംഗമാണ്. അപ്പം അവരുടെ ഒരു വിഷമം കൊണ്ടാണ് അവർ ശാന്തിഗിരിയിൽ വരാൻ കാരണം. അവരുടെ മൂത്ത ഏട്ടൻ വളരെ താഴെയുള്ള അവർ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർ അഭിമാനം അറിയാലോ നിങ്ങൾക്ക്, പിന്നെ നമുക്കില്ലെങ്കിലും അവർക്ക് ഭയങ്കര അഭിമാന പ്രശ്നമായി. ആ ദുഃഖത്തിൽ അവരുടെ അച്ഛന് പ്രശ്നമായി, അച്ഛൻ മരണപ്പെട്ടു. പക്ഷെ അവർ സുഖമായി ജീവിക്കുകയായിരുന്നു. അപ്പം ഇവർ ശാന്തിഗിരിയിൽ വന്ന ശേഷം ഇവർക്ക് ജാതി മതമൊന്നുമില്ലല്ലോ, നമുക്ക് പിന്നെ ഭയങ്കര ഉയർച്ചയായിരുന്നു. അപ്പോൾ ഗുരുവിനെ വന്ന് കാണുന്നു, ഗുരുവിനെ എടുക്കുന്നു. അപ്പോൾ ഗുരു ഇപ്പോഴും പറയുന്നുണ്ട് ഇവരോട്, മക്കൾക്ക് ഇത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, പൗർണമിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് കുംഭവും ദീപവും എടുക്കണം. അപ്പം അദ്ദേഹത്തിനോട് ഇത് പറയുകയും ഗുരു ആദ്യ സംഘത്തിൽ ലയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ സഹോദരന്, വേറൊരു സഹോദരനുമായിട്ട് ചെറിയൊരു കേസുണ്ട് ഇവരുടെ ഭാഗപത്രമായിട്ട്. അവസാനം ഇതിൽ കോംപ്രമൈസായി. എന്താണ് കോംപ്രമൈസ്? 2 സ്കൂളുകൾ, ഹൈസ്കൂൾ, +2 വരെയുള്ള ഹൈസ്കൂള് ഇവർക്ക് വിട്ടുകൊടുത്തു. ബാക്കി എല്ലാ സ്വത്തും ആർക്ക് പോയി? രണ്ടാമത്തെ സഹോദരൻ. അപ്പൊ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ, ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല, ശാന്തിഗിരിക്കാരില്ല. മൂത്ത സഹോദരൻ ആ താണജാതിക്കാരനെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ സ്കൂളിൻ്റെ 2 സ്കൂളിൻ്റെയും മാനേജറായി. അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. ഞാൻ ആ പേരൊന്നും പറയാത്ത അവർക്കൊരു വിഷം വരാതിരിക്കുക. നാളെ ഇത് എവിടെ റെക്കോർഡ് ചെയ്ത് അവർ കേട്ട് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് സാവീതല്ല അല്ലേ? ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പ്രതുക്കൾ നമ്മളെങ്ങനെ. അപ്പം ഇതൊന്നും ഗുരുവിനോട് അറിയിച്ചില്ല, ശിഷ്യബുദ്ധിയെ അറിയിച്ചില്ല. മകൻ ശിഷ്യബുദ്ധി അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എവിടെ? 2002 2003 എവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്? തിരുവനന്തപുരം ആശ്രമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് +2 അനുവദിച്ച് കിട്ടുക, 2 സ്കൂൾ. പിന്നെ ഞാൻ പറയണ്ടല്ലോ, എയ്ഡഡ് സ്കൂളിൽ +2 കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? എത്ര സീറ്റ് ഉണ്ടാവും സാർ? ഏകദേശം ടീച്ചർമാരെ കുറെ എടുത്തുകൂടെ? അങ്ങനെ ടീച്ചർമാരെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ മെയിൻ ടീച്ചർമാരെ എടുക്കുമ്പോൾ ഇവർക്ക് അവരെയൊന്നും ഉറപ്പില്ല. ആര്? ഈ മൂത്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. അതിലൊരു രാഷ്ട്രീയ നേതാവൊക്കെ ആയതുകൊണ്ട് ഇവരാർക്കും ഉറപ്പില്ല. അവർ പറഞ്ഞു, ഡോക്ടറേൽ ഞങ്ങൾ പൈസ. ടീച്ചർമാരുടെ പൈസ മുഴുവൻ ആരെയില്ല? ഡോക്ടറേലാണ് കൊണ്ട് കൊടുക്കും. ഇപ്പോൾ ഡോക്ടർ അത് വാങ്ങുന്നു. ഡോക്ടർ അപ്പം തന്നെ ഭാര്യയുടെ കൊടുക്കുന്നു. ഭാര്യ ആരെ കൊടുക്കുന്നു? ഈ മൂത്തേട്ടൻ്റെ കൊടുക്കുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നു. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു. ഈ പൈസ കൊടുത്തവർക്ക് വീണ്ടും ഡോക്ടറെ കാണാൻ വരാൻ തുടങ്ങി. ഡോക്ടർ എന്തിനാ വന്നിരിക്കണത്? അല്ല, ഞങ്ങൾ പൈസ തന്നില്ലേ, ഞങ്ങളുടെ ടീച്ചർമാരുടെ അപ്പോയിൻമെൻ്റ് ഒന്നും ആയില്ല, അവിടെ വേറെ ടീച്ചർമാർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലോ. ആകെ പ്രശ്നമായി. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്തിട്ടുണ്ട്? അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പൈസ വാങ്ങിയിട്ട് അവിടെ അധ്യാപകരെയൊക്കെ അപ്പോയിന്റ് ചെയ്തു. ഇവിടെ ആര് വിട്ടു? ഈ വിശ്വാസിയായ ഡോക്ടർ കുടിക്കും. മാത്രമല്ല അവരെ വീട്ടിൽ ആക്രമണം നടത്തി. ആര് വന്നിട്ട്? പൈസ കൊടുത്തവർ. വലിയ കേസായി. അപ്പോഴാണ് ഗുരു ശിഷ്യബുദ്ധി അറിയിച്ചു. ശിഷ്യബുദ്ധി ഞങ്ങളോടൊക്കെ പറഞ്ഞു അവരെ വീട്ടിൽ പോയി അവരെ സമാനിപ്പിച്ച് അവരെ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ അവരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഇതാണ് ഗുരുവിൻ്റെ വാക്ക്, റോട്ടിൽ കിടക്കുന്നവനെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ കയറ്റിയത് ചോദിച്ചു. എവിടെയാണ്? റോട്ടിൽ കിടക്കേണ്ടവനെ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടിരുത്തി ചോദിച്ചു.
ഇതാണ് നിങ്ങളുടെ പിതൃക്കൾ, നിങ്ങളുടെ ആരാധിച്ചവ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ആ നിമിഷം നിങ്ങൾ ഗുരുവിനെ മറന്നില്ലേ ചോദിച്ചു. മറ്റേത് ബാത്റൂമിൽ പോകണമെങ്കിൽ, ടാപ്പ് തുറക്കണമെങ്കിൽ, വെള്ളം എടുക്കണമെങ്കിൽ, ഒരു അപ്പം ചൂടണമെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും? കറക്കി കുത്തി അങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ആ കാര്യം ചെയ്യുമ്പോൾ അവരെ മറപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? എന്നിവർ ഒന്നും ചെയ്യാനില്ല. പൗർണമിക്ക് ദീപവും കൊമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്താൻ പറഞ്ഞു പ്രശ്നത്തിൽ. പിന്നീട് നമ്മളൊക്കെ ഇടപെട്ടു. അയാളെ മാനേജർ സ്ഥാനത്ത് മാറ്റി. ഈ അപ്പോയിൻമെന്റ് കൊടുത്തവർക്ക് അടുത്ത അപ്പോയിൻമെന്റിലൊക്കെ വേറൊരു ഭാഗ്യത്തിന് രണ്ടാമത്തെ സ്കൂളിൽ കിട്ടിയപ്പോൾ ഈ ഇവരൊക്കെ അതിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ജന്നി ചോദിച്ചു, നിങ്ങളുടെ പിതൃക്കളുടെ ഓരോ ചതിക്കുഴിയിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാമുദ്ര ചതിക്കുഴിയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗുരുവിനെ മുറുക്ക പിടിക്കുകയും ഇതുപോലത്തെ പൗർണമിയിൽ ഇവരുടെ ധർമ്മത്തിൽ നിൽക്കുന്ന ഗതികേട് നമ്മുടെ നിന്ന് മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. എന്ത് ചെയ്യണം? പൗർണമി വ്രതമെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ എന്താ ചെയ്യുക? രാവിലെ വരുന്നവർ ഉച്ചയ്ക്ക് വരില്ല, ഉച്ചയ്ക്ക് വരുന്നവർ രാത്രിയില്ല. എന്താ കാരണം? ഈ ഊർജം നമ്മളോട് പറയുകയാണ്. എന്താ പറയണത്? നിങ്ങൾ ഇവിടെ നിന്നാൽ അവിടെ എല്ലാം പ്രശ്നമാവും. എവിടെ പ്രശ്നമാണ്? ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോവാതിരുന്നാൽ അവിടെ പ്രശ്നമില്ലാതിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് ഇവിടെ നിന്ന് ചിന്തിപ്പിക്കുകയാണ്. എന്താ ചിന്തിപ്പിക്കുന്നത്? ഇവിടെ ഇരുന്നാൽ പ്രശ്നമാണ്, അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഭവശുണ്ട്, അമ്മയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ 100 കൂട്ടം നമ്മളിട്ട് കുരുക്കും. പക്ഷെ നമ്മൾ അവിടെ പോയാലും ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നെ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഇതുപോലത്തെ നമ്മളെ കുരുക്കുന്ന അസുഖങ്ങളുണ്ട്. എന്താ അസുഖം? ഗുരുവിച്ച സ്വാമി നിങ്ങളോട്, അതാ ഞാൻ ഈ അന്നദാനത്തിനെ കുറിച്ചും പറഞ്ഞു, ഗുരു പൗർണമിയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു അല്ലേ? ചിലവർക്ക് അദ്ദേഹത്തിന് വയറ്റിൽ വലിയൊരു അസുഖം വരികയും ആ അസുഖം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരായ ഡോക്ടർമാർ അമേരിക്കയിലൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റ് ചെയ്യും. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം അപകടത്തിലാണ്. അപ്പോൾ അവര് അഡ്മിറ്റായി, മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി. അവരുടെ അമ്മാവനാണ് അവിടുത്തെ ഹെഡ്. ഡോക്ടർ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഡോക്ടറാണ് അവിടുത്തെ ഹെഡ്. അപ്പോൾ വർഗീസ് ചേട്ടന് രാത്രി ഒരു 10 മണിയായപ്പോൾ ഓർമ്മ വന്നു, ഞാൻ ഗുരുവിനോടത്ത് പറഞ്ഞില്ലല്ലോ. അപ്പം അദ്ദേഹം നേരെ ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരു കിടക്കാൻ പോകണേ ഉള്ളൂ. ചോദിച്ചു, എന്താടാ ചോദിച്ചു. ഇങ്ങനെ രാജൻ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് രാജൻ വർഗീസിന്. ഗുരു അവിടെ നിന്ന് ചൂടായി. നീ അവനെ കൊല്ലാനടാ കൊണ്ടുപോകണം, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. രാത്രി മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തു? ഡിസ്ചാർജ് അടിച്ചു. പെട്ടിയും താഴൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരു ചോദിച്ച ചോദ്യം ഇതേ ഉള്ളൂ, നീ എവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെയുള്ള സോമനായിട്ട് എനിക്ക് ശരിയാവില്ല. സോമനും ഞാനും തമ്മിൽ ഉടക്കാം. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്യാൻറ്റീനിൽ പോയി കഴിക്കാറുണ്ട്. ഗുരു പറഞ്ഞു, ഇത് എന്താണ്? അന്നദാനമല്ല. ഇതെന്താണ്? ഇത് പ്രാർത്ഥിച്ച് ദൈവനിശ്ചയപ്രകാരം ദൈവം പറഞ്ഞു തുടങ്ങിയതാണ്. എന്ത്? നമ്മുടെ ആഹാര രീതി. ഇത് പ്രാർത്ഥിച്ചിട്ടും ഇത് സങ്കല്പിച്ചിട്ടും ഇത് ഏത് രീതിയിൽ വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടും വന്നാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇത് പ്രസാദമായിട്ട് എവിടുന്ന് കഴിക്കണം? ഇവിടുന്ന് കഴിക്കണം. എന്നിട്ട് നിനക്ക് രോഗം വന്ന നീ എന്നോട് പറ. അദ്ദേഹത്തിൻ്റെ 56 വയസ്സ് വരെയും വന്നിട്ടില്ല, 58 വയസ്സ് വരെയും വന്നിട്ടില്ല. എന്താ കാരണം? ഇത് പ്രസാദമാണ്. പ്രസാദത്തിന്റെ അർത്ഥം എന്താ? പ്രസരിപ്പ് ദാനമായി കിട്ടുന്നത് എന്തോ അതെല്ലാം പ്രസാദം. പ്രകാശം ദാനമായി കിട്ടുന്ന എന്തോ അത് പ്രകാശത്തിന്റെ ധർമ്മത്തിൽ പ്രസാദമാണ്. അതുകൊണ്ടാണ് ഈ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുതെന്ന് പറയുന്നത്. ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് പറയും. അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത്, പൗർണമി പ്രകാശത്തിന്റെ ദിവസമാണ്, അത് പ്രസാദം കിട്ടുന്ന ദിവസം. അന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? മറ്റു ഉടായ്പകളൊന്നും പറഞ്ഞിവിടുന്ന് മുങ്ങരുത്. എന്തെല്ലാം ഉടായ്പകൾ അറിയോ? എൻ്റെ അമ്മ, ഞാനൊരു ഡോക്ടറേറ്റ് എടുക്കാൻ പോയി. ഉടായ്പിന്റെ ഇതെന്ന് പലയിടത്തും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഡാവുകളെ പറയും. എന്തിനാ ഇവർ ഓർഡർ? എനിക്കും അറിയില്ല, ചിരി വരെ എനിക്ക്.
അല്ലേ? നമ്മളൊക്കെ അതിൻ്റെ തലപ്പത്തിരുന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിനെ എന്തിൻ്റെ സാമീപ്യം കൊണ്ടാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്? ആ പ്രവർത്തിപ്പിക്കുന്ന ആ ഊർജത്തെ ഏറ്റവും ഉയരത്തിലെത്തിക്കാൻ പറ്റിയ ദിവസമാണ് 3 ഗ്രഹങ്ങൾ അതിൻ്റെ ധർമ്മത്തിൽ വരുന്ന ദിവസമായ പൗർണമി. അതുകൊണ്ടാണ് ഈശ ഫൗണ്ടേഷനും ബുദ്ധ ഫൗണ്ടേഷൻ, കൺഫ്യൂഷൻ എന്ന രീതിയിലുള്ള മതങ്ങളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദ്രാവിഡിക സംസ്കാരത്തിൽ ശിവന്റെ കർമ്മത്തിൽ ഇതിനെ വളരെ വലുതായിട്ട് എടുത്തുകൊണ്ട് അവരെന്ത് ധ്യാനിക്കും. എന്തിനാണ്? നല്ല രീതിയിലുള്ള ബോധം നമുക്കുണ്ടാവും, നല്ല ചിന്തയുണ്ടാവും, ദേഷ്യം വരാതിരിക്കണം, നമുക്ക് ഒന്നിനോട് ഭയങ്കര ഒരു ആഗ്രഹം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് ചിലവർ ഗുരുവിനോട് വന്ന് പറയും, ഗുരു എനിക്ക് ഭയങ്കര മനസ്സ് വിഭ്രാന്തിയാവും, എനിക്ക് പ്രാർത്ഥനാലയത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഗുരുവിൻ്റെ അടുത്ത് വരാൻ ഗുരുവിനെ കാണുമ്പോൾ തന്നെ എനിക്ക് വൈബ്രേഷനാണ്. ഗുരു ഒറ്റ കാര്യം പറഞ്ഞു, എന്താ പറയുക? എടാ, പൗർണമിക്ക് വന്ന് നീ കുംഭവും ദീപവും എടുക്കണം. ഇത് മാറണമെങ്കിൽ അതേ വഴിയുള്ളൂ. അപ്പൊ ഗുരുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ, ഇത് അവൻ്റെ ഒരു ആരാധനാമൂർത്തിയുടെ, അവൻ്റെ ഈ പറയുന്ന അവൻ ഏത് ഋതുവിൻ്റെ രാശിയിൽ നിന്നാണ് അവൻ്റെ ഊർജം ശരീരത്തിലേക്ക് വന്നത്, അതാണ് അവനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് എവിടം കൊണ്ടേ തീരുള്ളൂ? പൗർണമി ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. ഇത് എവിടുന്നാ കിട്ടിയത്? ഒരിക്കൽ അനുഭവമുള്ള, അതാണ് ശിഷ്യഭൂത പറഞ്ഞത്. ജന്യയുടെ അനുഭവമാണ് ശിഷ്യഭൂത പറഞ്ഞത്. അത് നിങ്ങൾ ആ മാസികയിലൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും. എന്താ കിട്ടിയത്? ഗുരുവിൻ്റെ പ്രകാശത്തിൻ്റെ ചുറ്റും ഒരു സ്ത്രീ വലം വെച്ച് പ്രാർത്ഥിക്കും. ജന്യ വീണ്ടും നോക്കണം, ഇതെന്താ ഇങ്ങനെ കാണുന്നത്? അപ്പോൾ ഗുരുവിനോട് വന്ന് നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെന്താണ് അപ്പ ഇങ്ങനെ കാണുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, നീ അതിനോട് തന്നെ ചോദിക്കും. അപ്പോൾ ജന്നി വീണ്ടും ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ആരാ? അപ്പോൾ അവർ പറയണത്, ഞാൻ ആദിപരാശക്തി എന്ന അവസ്ഥയും കടന്ന് ഞാൻ പരശക്തിൻ്റെ അപ്പുറം കടന്നു നിൽക്കുന്ന ഒരു ജീവനാണ്. എനിക്ക് പ്രകാശം കിട്ടണമെങ്കിൽ ഈ പൗർണമി ദിവസത്തിൽ നിന്റെ ഗുരുവിൻ്റെ ചുറ്റും നിന്ന് നടന്ന് പ്രകാശം കിട്ടാനാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ജന്നി പറഞ്ഞു, ഗുരുവിനോടൊന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പൗർണമിയുടെ പ്രാധാന്യം? അത്രയും ഉയരത്തിലുള്ള ജീവൻ വരെ എന്നെന്താ ചെയ്യണം? ഗുരുവിന്റെ പ്രകാശത്തിന് ചുറ്റും പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വീട്ടിലെ നായ്ക്ക് ചായ പാല് കൊടുത്തില്ല അതുകൊണ്ട് നമ്മളിവിടുന്ന് ഓടുക. അവര് ഇത്രയും ഉയർന്ന ജീവൻ, ഞാൻ പറയുന്ന ആദിപരാശത്തിന്റെ അപ്പുറം, ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെയൊക്കെ അപ്പുറത്തും എത്തിയിട്ടുള്ള ഒരു ജീവൻ ഈ ഗുരുവിന്റെ പ്രകാശം, ആദിസങ്കല്പ സ്വരൂപനും നവകുല ജ്യോതി സ്വരൂപനുമായ നമ്മുടെ ഗുരുവിന്റെ പ്രകാശത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി നമുക്ക് ദീപം എടുക്കാം. എന്ന് മുതലാണ് പൗർണമിക്ക് ദീപം എടുക്കാം. ഈ ദീപം എന്താണ്? ഗുരുവിന്റെ പ്രകാശം നമ്മൾ എടുത്ത് നടക്കുകയാണ്. ഏതിലെടുത്ത് നടത്തുന്നത്? അന്നമയ കോശമായ അരിയിൽ കാണിച്ചുകൊണ്ട്, ശരീരമാവുന്ന തേങ്ങയിൽ ഊർജമായിരിക്കുന്ന ജീവനിൽ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ആരെ? അല്ലേ? ഗുരുവിനെ പ്രകാശിപ്പിച്ചിട്ട് ഞാൻ അതും കൊണ്ട് നടക്കുകയാണ്. ആരാധന കഴിഞ്ഞ് ഗുരുവിനെ എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ എവിടേക്ക്? എൻ്റെ പഞ്ചകോശത്തിലേക്ക്, എൻ്റെ പഞ്ചകോശത്തിലൂടെ ആ പ്രകാശം എന്നിലേക്ക് ലയിക്കണം. ആ പ്രകാശത്തിൻ്റെ ഊർജം എൻ്റെ ഗോത്രത്തിന് കിട്ടണം. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ചത്തുകെട്ട് ഗതികെട്ട് നിൽക്കുന്ന എൻ്റെ ഋതുക്കൾക്ക് ഈ പ്രകാശം ഇരുട്ടിൽ, കൂരിട്ടിൽ, മുത്തപ്പൻ്റെയും ഗുളികേൻ്റെയും പിന്നെ ആരാളോടെ ഉള്ളത്, എന്താണ് ദേവിയുടെ പേര് ഒന്നുകൂടി പറയും? മച്ചിലോട്ട് ഭഗവതി ഏതൊക്കെയോ ഭഗവതിയുടെ കീഴിൽ കെട്ട് കിടക്കുന്ന ജീവനിൽ എൻ്റെ വീട്ടിൽ ഇതുപോലെ മയക്കുമരുന്നും, എൻ്റെ വീട്ടിൽ കള്ളുകുടിയും, എൻ്റെ വീട്ടിൽ ലഹളയും, എൻ്റെ വീട്ടിൽ കടമുണ്ടാക്കുന്ന ഈ ഇരുട്ടിനെ എൻ്റെ ജീവന്റെ ഈ പ്രകാശം കൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും? താത്രം ചെയ്യുന്നവനായി മാറാനാണ് നമ്മളോട് എന്ത് പറഞ്ഞു? പൗർണമിക്ക് നിങ്ങൾ വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം.
നിന്റെ ഈ ഊർജ്ജക്കുറവാണ് നിന്റെ വീട്ടിൽ കടമായി വന്നത്. ഈ ഊർജ്ജക്കുറവാണ് നിനക്ക് പഠിക്കാൻ ശേഷിയില്ലാതായത്. ഈ ഊർജ്ജക്കുറവാണ് നിനക്ക് ജോലി കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത്. ഇതിനെ നീ എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പമാർഗത്തിൽ, കാരണം ഇത് മൂന്നും ഒരേ നേർക്ക് വരുമ്പോഴാണ് എനിക്കിത് ശുദ്ധീകരിക്കാൻ എളുപ്പമെന്ന് ഉള്ളതുകൊണ്ട് പൗർണമിക്ക് നീ എന്ത് ചെയ്യണം? ദീപം എടുത്ത് പ്രാർത്ഥിക്കണം, അല്ലേ? പിന്നീട് ഒരു അനുഭവം കിട്ടുകയാണ്. എന്താണ്? ഈ സൗരയൂഥങ്ങൾക്ക് അപ്പുറത്ത്, എത്രയോ മണ്ഡലങ്ങൾക്ക് അപ്പുറത്ത്, സകല രാശികൾക്കും അപ്പുറത്ത്, ഈ പറയുന്ന സകല ഗണങ്ങൾക്കും അപ്പുറത്ത് ഗുരുവിന്റെ പ്രകാശം ആഞ്ഞടിക്കുന്നു കാണുക. ഇതെല്ലാം ശുദ്ധീകരിക്കുന്നു. ഇതിൽ നിൽക്കുന്ന പൃഥുക്കളും ഇതിൽ നിൽക്കുന്ന ഈ പറയുന്ന ജീവനുകളും ശിശുഭൂത പറയുന്നത് അതിനെല്ലാം ഈ പ്രകാശം കൊണ്ട് ശുദ്ധീകരിക്കും. നിലനിൽക്കുന്നു, അല്ലാത്തത് പോകുന്നു. ഇത് കാണുകയാണ്. അപ്പൊ ജന്നി വീണ്ടും ഗുരുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജീവന്റെ വേറൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൗർണമിക്ക് കുംഭമെടുത്ത് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഇത് ദൈവത്തിന്റെ അനുവാദമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇതൊന്നും എനിക്ക് ബാധകമാവുന്നില്ല. അതിന് ഗുരു പറഞ്ഞത്, നിങ്ങൾ 2 എണ്ണത്തിനെ വിടണം. ഈ 2 എണ്ണം വിട്ടാലേ എന്നെ കിട്ടുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്താ 2 എണ്ണം? ഞാൻ എല്ലാ വീട്ടിലും വന്ന് പറയാറുണ്ട് 2 എണ്ണം. വെരി ഗുഡ്. ജാതിയും മതവും. നിങ്ങളുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ ആദ്യം നിങ്ങൾ ജാതി എടുത്ത് വെക്കും, മതം എടുത്ത് വെക്കും. അതോടുകൂടി വിവരിഗ്രഹവും. അന്ന് എന്തോ ചെയ്തോ പറയും. ഇവിടെ വന്ന് എന്താ പറയുക നിങ്ങൾ? ഗുരു അനുവാദം തന്നു. അതോടെ ഈ ആശം പോയില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ വിദ്യാഭ്യാസം കൊണ്ട് വളരെ വളർന്നിട്ടാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പെൺകുട്ടിയും എവിടെയില്ല, ഈ പരമ്പരയില്ല. അപ്പൊ ഇതേ കാര്യം ഞാൻ ഗുരുവിനോട് പറഞ്ഞു. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, വിദ്യാഭ്യാസമാണ് ഇതിന്റെ മാനദണ്ഡമെങ്കിൽ പിന്നെ ഈ ജീവൻ എന്താടാ വിലയുള്ളത്? നിങ്ങൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസം നല്ലതാണ്. അതെവിടെ? നിങ്ങളുടെ ഈ ജീവിതത്തിൽ. അത് നാളെ തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം നീ നോക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞത് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ്, പിന്നെയോ കീടനാശിനിയെ കുറിച്ച്. ഇതിന് രണ്ടിനും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അവാർഡ് കൊടുത്തിട്ടുണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞു? അറിയോ നിങ്ങൾക്ക് കീടനാശിനിക്ക് അവാർഡ് കൊടുത്ത്? ഫസ്റ്റ് കീടനാശിനി കണ്ടെത്തിയപ്പോ എന്ത് ചെയ്തു? അയാൾക്ക് അവാർഡ്, നോബൽ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്തായി? അതുകൊണ്ടുള്ള തലവേദന ഇന്നും തീർന്നുണ്ടോ? ഇന്ന് നമ്മളൊക്കെ മുന്തിരിങ്ങയൊക്കെ എന്തിലൊക്കെ ഇട്ട് കഴിക്കാലും ഇതാവില്ല. പ്ലാസ്റ്റിക്കോ കണ്ടുപിടിച്ചപ്പോ ഭയങ്കരമായിരുന്നു, നമുക്ക് എളുപ്പമായി. നമ്മുടെ സെഞ്ചിയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു. ഇവിടുന്ന് വേണ്ട. ഇപ്പോ വലിയ തലവേദനയാണ്. നമ്മുടെ ആശ്രമത്തിന് വലിയ തലവേദനയാണ്. ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ പിടിക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല എന്നാ ഗുരു പറഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും പാസ്സായി പോകണം. 4ാമത്തെ അവസ്ഥയ്ക്ക് നിങ്ങൾ കടക്കണം. ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മരിച്ചാൽ വലിയ കാര്യമാണെന്നാണ് വിചാരിച്ചത്. അതോടെ തീർന്നുമില്ല. ഞാൻ തടിയാണ്. അപ്പൊ മരിച്ചതിന്റെ പേരിൽ എത്ര പേര് ആശ്രമത്തിൽ വരാതിരിക്കണം? ഞാൻ 2-3 വീട്ടിൽ പോയി. അവർ പറയണ അച്ഛൻ മരിച്ചു, അതോടെ എന്തുകൊണ്ട് ഗുരു തടുത്തില്ല? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് എന്താ അതിലുള്ളത് ചോദിച്ചു. മരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്, അല്ലെ? മരിക്കാത്ത ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെയാണ്, അല്ലെ? ബുദ്ധൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അറിയില്ല കഥ. ഒരു പിടി കടുക് കൊണ്ടുവന്നാൽ മതി. മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു പിടി കടുക് കൊണ്ടുവന്നാൽ ഞാൻ ഈ കുട്ടിയെ ജീവിപ്പിക്കാവോ? അങ്ങനെ വീട് വല്ലതും ഉണ്ടോ? ഉണ്ടാവില്ല. മരണവും ജനനവും ഈ ലോകത്തിന്റെ അടിസ്ഥാനമാണ്. പക്ഷേ അവിടെയാണ് ഗുരു പറയുന്നത്, എങ്ങനെ ജനിക്കണം, ഈ മരിച്ച് എങ്ങനെ പോകണം എന്ന് ഞാൻ തീരുമാനിക്കും. അവിടെയാണ് ശാന്തിഗിരിയുടെ പ്രത്യേകത.
നീ എങ്ങനെ ജനിക്കണം, ഏത് കുട്ടിയാണ് നിനക്ക് ജനിക്കേണ്ടത്, അതാണ് നമ്മുടെ വിവാഹത്തിന്റെ പ്രാധാന്യം. ഏതൊന്ന് ജീവനാണോ ഈ ഭൂമിയിൽ നിന്നിൽ വരേണ്ടത് അത് ഞാൻ തീരുമാനിക്കും. നീ മരിച്ചു കഴിഞ്ഞാൽ അത് ഏത് തലം വരെ പോകണമെന്ന് അത് നിന്റെ പ്രാർത്ഥനയും ചിട്ടയും കൊണ്ട് നിനക്ക് അവിടെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയണത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത്, ഗുരുജ്യോതിയിൽ അണഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത്, ഈ പൗർണമി ജനിക്കുന്ന കുട്ടി, ഇന്നലെയും ഇന്നും നാളെയൊക്കെ ജനിക്കുന്ന ഏത് കുട്ടിയും ആ അമ്മ സൂക്ഷിച്ചു വളർത്തണം എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ വരുന്ന ഊർജം അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്ക് നമ്മുടെ തലത്തേക്കാൾ എത്രയോ ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചു പോകാനുള്ള ഭാഗ്യമുള്ള കുട്ടികളാണ്. പക്ഷെ നമുക്ക് പലവർക്കും അതറിയില്ല. ഇതേപോലെയാണ് മരണവും. അതിനെക്കുറിച്ചൊക്കെ ഭഗവത്ഗീതയിൽ ഉത്തരായനവും ദക്ഷിണായനവും കൊണ്ട് ഒരുപാട് പറയുന്നുണ്ട്. അത് നമ്മുടെ കാര്യമല്ല. കാരണം ഗുരു പറയുന്നുണ്ട്, മരണം ഞാനാണെന്ന് നോക്കുക. ഒരിക്കൽ ഗുരു പറഞ്ഞത്, എടാ നിങ്ങൾ 5 പ്രാവശ്യം മരിച്ചിട്ടാണ് നീ ആയിരിക്കണം. അച്ഛന്റെ ശരീരത്തിൽ, അമ്മയുടെ ശരീരത്തിൽ, നമ്മുടെ ഗർഭപാത്രത്തിൽ പുറത്തു വന്നപ്പോഴൊക്കെ നീ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും നീ ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, മരിക്കാൻ പോയി വിഷമിച്ചിരുന്നുവെങ്കിൽ നീ ഇന്ന് പൂർണ്ണ രൂപനായിട്ട് ഇവിടെ നിൽക്കില്ല. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ മാറുമ്പോഴും ആനന്ദത്തോടുകൂടി നമ്മൾ പോകേണ്ടത്. അതാണ് ഗുരുവിനെ പറയുന്നത്, നമ്മൾ മരിക്കുമ്പോൾ ആരെ കാണണം? ആരെ കാണണം? എന്ത് ഭഗവതിയാണ്? മുച്ചോറ്റ് ഭഗവതിയെ കാണണം. റെഡിയായി അല്ലേ? മുത്തപ്പനെയും കാണണം. റെഡിയായി പിന്നെ നമ്മള് കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പൊ ഇവരെല്ലാം നമ്മൾ കാണണ്ടത്. ആരെ കാണണം? ഗുരുവിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മുടെ ഉള്ളിൽ ചിന്തയിലും ഇരിപ്പിലും കാര്യത്തിലും പ്രാർത്ഥനയിലും ആര് വേണം? ഇതാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ആർക്ക് പറഞ്ഞു കൊടുത്തത്? അർജുൻ. ഇത്രയും 18 കഴിഞ്ഞിട്ടും പറയണത് എന്താ? ഇതിലാണ് നീ ലാസ്റ്റ് എത്തേണ്ടത്. അതിലൊന്നാണ് നമുക്ക് പൗർണമി ഗുരു തരാൻ കാരണം. എളുപ്പത്തിൽ ഈ 3 നേരിലേക്ക് വരുന്ന സമയത്ത് നിനക്കിത് രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ നിന്റെ ജീവന്റെ ഊർജത്തെ ഉയർത്താൻ പറ്റിയ ദിവസമാണ് ഏത്? പൗർണമി. അതേ ഊർജം ഉയരുമ്പോൾ ഈ ഊർജവുമായി ബന്ധപ്പെട്ട് നിന്റെ നിൽക്കുന്ന ജീവൻ ഏതിന്റെ സാമീപ്യം കൊണ്ടാണോ നിന്റെ ശരീരം പ്രവർത്തിപ്പിക്കുന്നത്, ഏത് സാമീപ്യം കൊണ്ടാണോ ഈ ഗോത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത്, അതിൽ നിൽക്കുന്ന സകല പൃഥുക്കൾക്കും ഈ ഊർജം കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളോട് ഗുരു പറഞ്ഞത്, പൗർണമിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തലേ ദിവസം ഇറച്ചി മീനൊക്കെ ഒഴിവാക്കണം. അത്രയൊന്നും പറഞ്ഞിട്ടില്ല, ഇതിൽ 2-3 ദിവസം മതി കേട്ടോ. പക്ഷെ കുംഭം എടുക്കണേ വേണം. കുംഭം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 7 ദിവസം എടുത്തേ പറ്റും. എന്തിനാ വ്രതം എടുക്കണം? 7 ദിവസം ഒരാൾ വ്രതം എടുത്തു, ഗംഭീര വ്രതം, കുംഭമൊക്കെ എടുത്തു. കുംഭം താഴെ വെച്ച് പറഞ്ഞാൽ എന്താണ് മറ്റവനെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കുംഭം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? വ്രതം നമ്മുടെ ജീവന് ഭയം കിട്ടാനാണ് അല്ലേ? നമ്മുടെ കുംഭത്തിന് കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പലരും അവിടെ നിന്ന് ചിലർ ചൂടാകുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് പറയും. നമ്മുടെ ഇവിടെയും കാണാം, ആരാധന കഴിഞ്ഞ് പറഞ്ഞേ അല്ലേ? നമ്മളിവിടെ ഇറങ്ങി ഭയങ്കര ചർച്ചയും. എന്താ കാരണം? ജീവന് ഭയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ വ്രതം എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ? ജീവന്റെ ശാന്തി കൊണ്ട് മനസ്സ് ശാന്തമാകും. ജീവന് ഭയം കിട്ടിയാൽ മാത്രമേ മനസ്സ് ശാന്തമാവൂ. അതിന് ആഹാരത്തിൽ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഒന്നിനെയും കൊന്നു തിന്നണ്ട. 2, നിങ്ങൾ മനസ്സാ വാച ആരോടും ലേളയ്ക്ക് പോകരുത്. 3, തലേ ദിവസം ഒരിക്കൽ ഊണാക്കുക. എന്നും കഴിക്കുന്ന ആഹാരത്തിന് പകരം എന്ത് ചെയ്യണം? അപ്പൊ പഞ്ചാബിലെ ആൾക്കാർ എന്ത് ചെയ്യും? എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാത്ത? അതിനുള്ള ബുദ്ധി ഇല്ലല്ലോ അല്ലേ? അതിനുള്ള ജീവന് ശേഷിത്തുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ 4 ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഇന്നലെ ആരോണ്? ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ആരോട്? ഇസ്ലാമിക സഹോദരനോട്. അയർലാൻഡിൽ ഇരിക്കുന്നവർ എങ്ങനെയാണ് ഇതെടുക്കുക ചോദിച്ചു. ഏത്? നോയമ്പ്. അവിടെ സൂര്യൻ അസ്തമിക്കില്ല, എന്ത് ചെയ്യും? പെട്ടില്ലേ, ചത്തുവും 3-ാം ദിവസമാകുമ്പോൾ ഇല്ലേ? അപ്പൊ അതിന് സമയം അല്ലേ? ഇതുപോലത്തെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം.
അപ്പോൾ നമ്മളോട് പറഞ്ഞത് തലേ ദിവസം നിങ്ങൾ എന്ത് ആഹാരമാണോ, അരി ആഹാരമാണെങ്കിൽ ഗോതമ്പാക്കുക. ഗോതമ്പ് കഴിക്കുന്നവരെങ്കിൽ എന്താക്കാം, മില്ലറ്റോ അല്ലെങ്കിൽ അരി ഒന്നെങ്കിൽ ചെറുതായി കഴിക്കും. ശരീരത്തിൻ്റെ അന്നമയ കോശത്തിൻ്റെ മാറ്റത്തിൻ്റെ വശം കിട്ടാനാണ് ഗുരു അത് പറഞ്ഞത്. അല്ല ഇന്ന സാധനം കിട്ടിയാൽ മാത്രമേ, ഞങ്ങളൊക്കെ അങ്ങനെ ആദ്യം പെട്ടിട്ടുണ്ട് 90-92 കാലങ്ങൾ. അയ്യോ ഭയങ്കരമായിട്ട് കപ്പയൊക്കെ കഴിച്ച് അന്ന് പെട്ട് വട്ടത്തിരിഞ്ഞു ഭയങ്കര വ്രതമാണ്. പിന്നെ കാര്യം മനസ്സിലായി ഇതങ്ങനെയല്ല. അപ്പോൾ അതിനെ അസുഖങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, ഈ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഗുരു എന്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു എടുത്തിട്ട് ഈ ശരീരത്തിന് റെഡിയാക്കണം. അങ്ങനെ ശരീരം തയ്യാറായി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണുപോകും. അപ്പൊ ഗുരു പറഞ്ഞത് പൗർണമി വ്രതം സകല വ്രതങ്ങൾക്കും അപ്പുറത്താണ്. എത്രയോ വ്രതങ്ങൾ എടുക്കണം. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതമൊക്കെ നമ്മൾ പലതും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് കിട്ടേണ്ട ജീവന്റെ ശേഷിത്വം കിട്ടുന്ന ഏറ്റവും മഹിമയാണ് പൗർണമി വ്രതം. ആ വ്രതത്തിലാണ് ജീവൻ ഉയർന്ന് ഗുരു എന്ന അവസ്ഥ വരെ എത്താൻ പറ്റുമെന്ന് ഗുരു പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദയവ് ചെയ്ത് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ ഈ ആശ്രമത്തിൽ കൊണ്ട് നിർത്തി പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കണം. ഇന്ന് തന്നെ എത്രയോ പേര് എന്നോടൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അനുവാദത്തോടെ പോകാൻ പറ്റില്ല. കാരണം ഞാൻ ആ മഹാഭാവത്തിന് ഞാനും കൂട്ടാവും. ഞാൻ അതിൻ്റെ ഒരു പങ്ക് എനിക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടം മഹാഭാവി ആയതുകൊണ്ടാണ് വസ്ത്രം തന്നു ഗുരു പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഒരു ജില്ലയോട് ഗുരുവിന് ഏറ്റവും സ്നേഹമുള്ളപ്പോൾ എങ്ങനെ മനസ്സിലാവുക? ആ ജില്ലയിൽ നിന്ന് ഒരുപാട് സന്യാസിമാരുണ്ട്. അവിടെ നിന്നൊക്കെ വിളിച്ച് ഗുരു എന്ത് ചെയ്യും കേട്ടില്ല. ഇടുക്കിയിൽ നിന്ന് ഏകദേശം ഒരു 100 കുടുംബത്തിനെ ഗുരു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. എവിടേക്ക്? തിരുവനന്തപുരത്ത്. എന്താ കാരണം അറിയോ? 1978 തന്നെ ഗുരു പറഞ്ഞു, ഈ ഇടുക്കിയുടെ താഴെ ഒരു ക്രാക്ക് ഉണ്ട്, ഇത് വളരെ അപകടമാണ്, ഇവിടെ ഡാം കെട്ടരുത്. അതുകൊണ്ടാണ് അവിടെ 2 ആരാധനാലയം വന്നു, ആളില്ലെങ്കിൽ. ഇത് ഇന്നത്തെ ജിയോളജിക്കൽ സർവേക്കാർ പറയാൻ തുടങ്ങി. എന്താണ്? ആ ക്രാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകൾ അപകടത്തിലാണെന്നും, പക്ഷെ അതിപ്പോൾ പ്രശ്നമില്ല എന്നും പറയുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിലേക്ക് ഞാൻ നയിച്ചാൽ അതിൻ്റെ ഒരു കർമ്മഗതി കൂടി ഞാൻ ഏറ്റെടുക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാറ്, നിങ്ങൾ പൗർണമി ദിവസം ദയവ് ചെയ്ത് അനുവാദമില്ല. ഞാൻ രാവിലെ പ്രസാദം ആർക്കും കൊടുത്തില്ല. എന്താ കാരണം? കിട്ടിയപ്പോൾ സ്ഥലം വിടും. കാരണം നമ്മുടെ ഈ പൃഥുവിൻ്റെ രാശിയിൽ ആൾക്കാർക്ക് എന്താണ് കേട്ടിട്ടുണ്ടോ? നീണ്ടകരയ്ക്ക് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത് കേട്ടിട്ടുണ്ടോ? ഗുരു എപ്പോഴും കഥ പറയും, കേട്ടിട്ടുണ്ടോ? അത് ഇല്ല, എന്നാ വേണ്ട, വേറൊരു കഥ പറഞ്ഞുതരാം. ഗുരു എപ്പോഴും പറയുന്നൊരു കഥയാണ്. ഈ മീൻ വിൽക്കാൻ പോകുന്ന സ്ത്രീയും 2 പേര് പോത്തങ്കോട് വരെ, ഇപ്പം അങ്ങോട്ടൊന്നും പോകണ്ട, പോത്തങ്കോട് അല്ലെങ്കിൽ കണ്ണൂർ വെള്ളയത്തെ ആൾക്കാരാണ്. അവർ 2 പേരും ദിവസം രാവിലെ മീൻ വിൽക്കാനാ പോകണം. അപ്പോൾ ഇവർ മീൻ വിൽക്കാൻ പോകുന്നു, മീൻ വിറ്റ് വരുന്നു, ഇവർ വീട്ടിലെ മീൻ കൂട്ട കൊണ്ട് വയ്ക്കണം, കിടന്ന് ഉറങ്ങുന്നു. ഇവർ രാവിലെ ആണെങ്കിൽ വീണ്ടും മീൻ വിൽക്കുന്നു. അന്നൊരു ദിവസം പെട്ടെന്ന് ഹർത്താൽ വന്നു, വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ എവിടെയാണ്, ഇവിടെ അടുത്ത ടൗൺ ഏതാ ഉള്ളത്? പാനൂരോ അല്ലെങ്കിൽ വേറെ തലശ്ശേരിയിലോ അത് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പൂക്കടക്കാരനാണ് ഉണ്ടായിരുന്നത്. അയാൾ പൂക്കടയിൽ കടന്നോളാൻ പറഞ്ഞു. അല്ലേ, പൂക്കട സുഖമായി കിടന്നോ? ഇവർക്ക് ഉറക്കം വരുന്നില്ല. എന്താണ്? പൂവിൻ്റെ നല്ല മണം, ശരിയാവില്ല. അവസാനം കൊട്ട പുറത്തുണ്ട്, മീനിൻ്റെ കൊട്ട പുറത്തുണ്ട്, എടുത്ത് കൊള്ളം തെളിച്ച് വെച്ചു, നല്ല ഉറക്കം കിട്ടും. ദൈവം പൗർണമിക്ക് നമ്മളോട് പൂക്കൊട്ട തന്ന് പൂവിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മൾ ഓടുകയാണ്. മീൻ കൊട്ടി എടുത്തിട്ട് ആ നാറ്റത്ത് കിടന്ന് ഉറങ്ങാനുള്ള ജീവന്റെ വാസനയാണ് ഇതിന് കാരണം. ഇതാണ് പരമകാരുണ്യവാനായ നമ്മുടെ ഗുരു നമ്മളോട് പറഞ്ഞു, എടാ ഇതാണ് നിന്റെ പിതൃക്കൾ നിന്നോട് ചെയ്യുന്ന അപകടം, നിന്റെ ആരാധനാമൂർത്തി നിന്നോട് ചെയ്യുന്ന അപകടം. ഇത് നീ പൊട്ടിക്കണം. എന്തുകൊണ്ട്? എൻ്റെ പ്രകാശത്തിലൂടെ നിന്റെ പ്രകാശം സൂക്ഷിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മഹിമയിൽ ശിഷ്യൻ അലിയുന്ന മഹാസംഘം, അത് ഗുരുവിൻ്റെ പ്രകാശമാണ്. അത് ഗുരു നമുക്ക് ദാനമായി തന്നതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ന്യായപ്രമാണം പറഞ്ഞ്
ഓടരുത്. ഞാനും ഓടിയിട്ടുണ്ട് കേട്ടോ, ഞാനിതിൽ വിഭിന്നനല്ല. 93, 94, 95 കാലങ്ങളിൽ ഞാനും ഓടിയിട്ടുണ്ട്. കാരണം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞാൽ അവർ ഇന്നലെ വെറുതെ ബില്ലില്ലാണ്ട് വിട്ടുമോ? പൈസ വേണം. പക്ഷേ അവിടെയാണ് ഗുരു പറഞ്ഞത്, പൈസ എന്ന് പറയണത് എൻ്റെ കാലിന് ചുവട്ടിലൊന്ന് കിടക്കണമെങ്കിൽ നിനക്ക് ജീവൻ എന്ത് വേണം? സത്യമായൊരു ഊർജം നിന്റെ കയ്യിൽ വേണം. അതുണ്ടെങ്കിലേ, ഗുരുവിൻ്റെ പ്രകാശം നിന്റെ ഉണ്ടെങ്കിൽ നിന്റെ എന്ത് വരുള്ളൂ? പുണ്യം വന്ന രീതിയിൽ നിന്നിൽ ജംഗമ വസ്തുക്കൾ വന്ന് ചേരുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കടമയുണ്ടാവുള്ളൂ, പ്രശ്നങ്ങളുണ്ടാവുള്ളൂ, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കണ്ണൂരിലെ ടൗണിൽ ഇറങ്ങി നോക്കൂ, എത്രയോ പേര് ഓടുന്നില്ല അല്ലേ? കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്തിനാ ഓടുന്നത്? ആത്മശാന്തിക്ക് വേണ്ടിയിട്ട്, ആത്മലാഭത്തിന് വേണ്ടിയിട്ട്, ജീവന് ശാന്തി കിട്ടാൻ ആണോ? ജീവിക്കണം, ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ജീവിക്കണം, അതിൽ ആഡംബരമായി ജീവിക്കണമെന്ന ചിന്ത അവനിൽ കിടക്കണോണ്ട് അവൻ ഓടുകയാണ്. ഇപ്പോ പട്ടമസിലെ റൊട്ടി കാണിച്ച് ഓടിക്കുന്നുണ്ടോ? സർക്കസിൽ ഉണ്ടോ? പണ്ടത്തെ സർക്കസിൽ കാണിക്കില്ലേ? ഇങ്ങനെ ഒരു റൊട്ടി കാണിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് നടക്കും. ഇപ്പൊ പണ്ടത്തെ വായും പൊളിഞ്ഞൊരു പിന്നാലെ നടക്കും അല്ലേ? എന്താ കാരണം? ഇതിപ്പോ കിട്ടും, ഇപ്പൊ കിട്ടും, നമ്മൾ ഓടുകയാണ്. കാരണം ഇത് മുന്നിലാ കെട്ടിയിരിക്കുന്നത്. നമ്മൾ എത്ര ഓടുമ്പോഴും ഇത് എവിടെ പോണ്ട്? നമ്മുടെ കൂടെ ഓടുകയാണ്. ഇതിനെയാണ് ഗുരു പറഞ്ഞത്, എടാ ഈ പുണ്യക്കുറവിനെയാണ് നീ തികത്തേണ്ടത്. അതിന് നീ ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്യണം. പൗർണമിക്ക് ആശ്രമത്തിൽ നീ പ്രാർത്ഥന ചെയ്യണം, ആരാധനകൾ കൂടണം. അന്നേ ദിവസത്തെ നിന്റെ ഉറക്കം എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ഊർജം കിട്ടുന്ന സമയങ്ങളിൽ നീ ഉറങ്ങരുത്. രാത്രികൾ നീ എന്ത് ചെയ്യണം? ഉറക്കമൊഴിച്ച് ഈ ഊർജത്തെ നീ വളർത്തിയെടുക്കണം. എന്നിട്ട് നീ ഇത് മക്കളെ കൊടുക്കുക, നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും, എത്രയോ കഠിന രോഗമുള്ള ആൾക്കാർ, ഇപ്പൊ ഈ അമ്മ പറഞ്ഞ പോലെ ഇതൊന്നുമല്ല രോഗം, ഇതിനേക്കാളും കഠിനമുള്ള രോഗങ്ങൾ വരുന്നവർക്ക് പോലും ഗുരു എന്താ പറയണത്? നീ പൗർണമിക്ക് പ്രാർത്ഥിക്കുക, കുംഭമെടുക്കുക. നിനക്ക് ഈ രോഗം കൊണ്ട് വന്നിട്ടുള്ള നിന്റെ മൃദു അല്ലെങ്കിൽ നിന്റെ ഈ DNA വന്നിട്ടുള്ള ഈ ഗതികേട് നീ ഇതിനെ തിരുത്തണം. ഇത് തിരുത്തലാണ് റിപ്പയറിംഗ് ഓഫ് DNA. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? ഈ നല്ല ദിവസം അതിനുപയോഗിക്കണം. അത് മുമ്പ് പറഞ്ഞതുപോലെ മുന്നിലൊരു 3 ദിവസവും പിന്നിലേക്ക് 3 ദിവസം കൂടി നിങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും മഹിമയുള്ള ദിവസമാണെന്നാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, കടം തീർക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ അറിയോ? നമുക്ക് കുറെ കടം കൊണ്ട് വെക്കാം. ഏറ്റവും നല്ലത് എന്താ അറിയോ? അതിലൊരു രഹസ്യം, കുറച്ച് കടം ഈ ദിവസം കൊണ്ട് കൊടുക്കാൻ പറയും ഗുരു, തിരിച്ചടയ്ക്കാൻ പറയും. എന്തിനാ അറിയോ? കടം കൊടുക്കരുത് കേട്ടോ. നല്ല ദിവസമാണ് കൊണ്ട് ഇന്ന് പോയി കടം കൊടുക്കരുത്. ഇന്നൊരു ദിവസം നിങ്ങൾ കടം കൊണ്ട് വിട്ടാൻ പറയും, കുറച്ച് ദിവസം, കുറച്ചെങ്കിലും. 1 ലക്ഷം രൂപ കടമുള്ള അടുത്ത് പറയും, എടാ 2000 ബാങ്ക് കൊണ്ട് കിട്ടും ഇന്ന്, അത് തീർന്ന് കിട്ടണമെന്ന് ഈ യാചിക്കാൻ പറയും. ഇങ്ങനെ നമ്മുടെ തലമുറയിൽ വന്നിട്ടുള്ള ഗതികേട് മാറാൻ ഏറ്റവും കാരുണ്യമായി ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ അനുഭവം, നമ്മൾ ഒരു പ്രാർത്ഥനയും ഈ ഗുരുവാണിയിൽ വളരെ വ്യക്തമായി ഗുരു പറയേണ്ടത്, ഇത് ആരും നമ്മളായിട്ട് തുടങ്ങിയതല്ല, ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ തുടങ്ങിയത്. എന്താ കാരണം? ചതുർഗങ്ങളായി വന്നിട്ടുള്ള തെറ്റിൽ നമ്മുടെ അകക്കണ്ണ് അടഞ്ഞു പോയത് തുറക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവന് ആ ശേഷുത്വം വരണമെങ്കിൽ പൗർണമിക്കാണ് ഏറ്റവും എളുപ്പം. അത് ഈ ഭൂമിയിൽ മാത്രമാണ്. അതാ ഗുരു വളരെ വ്യക്തമായി സൂക്ഷ്മതയോട് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയും ചന്ദ്രനും സൂര്യനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ നാളെ വ്യാഴമണ്ഡലത്തിൽ എന്ത് ചെയ്യും, ചൊവ്വാവിയിൽ പോയാൽ എന്ത് ചെയ്യും ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഒരു മുഴു കള്ളുകുടിയുടെ കള്ളുകുടി നിൽക്കണോ? പൗർണമി അവനെ കൊണ്ടുവരണം. ഒരു മുഴു കടക്കാരൻ പൊളിഞ്ഞ് പാപ്പർ സൂട്ടായവൻ രക്ഷിക്കണോ? പൗർണമിക്ക് വരണം. ഏറ്റവും ഇതുപോലത്തെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വിഷമങ്ങളുള്ളവനോ തീരണോ? പൗർണമിക്ക് വന്നാൽ മതി. ഏറ്റവും കൂടുതൽ ഭ്രാന്ത് മാറുന്ന ദിവസം പൗർണമിക്കാണെന്ന് ഗുരു പറഞ്ഞു. അന്നേ ദിവസം ആശ്രമത്തിൽ പണ്ടുണ്ടായിരുന്ന ഭ്രാന്തന്മാരെല്ലാം ചങ്ങലയിൽ നിന്ന് അഴിച്ച് അന്ന് എവിടെ കൊണ്ടുവരും? ഇപ്പില്ല. ഇപ്പൊ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് അങ്ങനത്തെ ഒന്നുമില്ല, ഒക്കെ പോയി, പറന്നുപോയി അല്ലേ? കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് അവർ ആരാധനയോടെ ഇറക്കും. അവർ വലിയ മാറ്റങ്ങളുണ്ട്.
അതേപോലെ തന്നെയാണ് ഗുരു പറയാറുണ്ട്, വീട്ടിൽ അനുസരണയില്ലാത്ത മക്കൾ, വീട്ടിൽ ഭാര്യയും ഭർത്താവുമായി ലഹള കൂടുന്ന കുടുംബത്തിലെ ആൾക്കാർ, ഇന്നേ ദിവസം നിങ്ങൾ ഇവിടെ പ്രാർത്ഥന ചെയ്യണം. ഇതിന്റെ കാരണം നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആരാധനാമൂർത്തിയാണ്. അത് ഇവന്റെ വീട്ടിൽ ഇന്നതും ഇവന്റെ വീട്ടിൽ ഇന്നതുമാണ്. അതുകൊണ്ട് ഒന്നിച്ച് നിങ്ങൾ ഈ പൗർണമിയിൽ വന്ന് പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ന് ലീവ് കിട്ടില്ല, ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമാണ്, ഞാൻ പോയില്ലെങ്കിൽ കമ്പനി പൂട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ലീവ് വളരെ എന്താണ് ഒരുപാട് കൂടുതലായി കഴിഞ്ഞു, ലോസ് ഓഫ് പേ വരുന്നു. ജീവിതം തന്നെ ലോസ് ഓഫ് പേയിൽ കിടക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ പ്രേതം എന്ന അവസ്ഥ പോലും കിടക്കാൻ പറ്റാത്ത ഗതികേട് കിടക്കുന്ന ജീവനാണിത് പറയുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഗുരു തന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നാണ്. അത് ഗുരു എപ്പോഴും പൗർണമിയുടെ ഇതുപോലത്തെ ദിവസങ്ങളിൽ ഗുരു ഏറ്റവും കൂടുതൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്നതാണ്. ജന്യയ്ക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, ആരോഗ്യമായി ഗുരുവിന് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ശിശുബോധ പോലെ നമ്മൾ സംസാരിക്കാറില്ല. അവിടെയൊക്കെ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ ശരിയാക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാരാബ്ദങ്ങൾ, നമ്മുടെ ഈ ഗതികേട് നമ്മളെന്ത് ചെയ്യും? ഈ ആശ്രമത്തിൽ നിന്ന് ഓടിപ്പിക്കും. അതിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത് ജീവന്റെ സകലവിധ കർമ്മദോഷങ്ങളും മാറിക്കിട്ടണം. അതെൻ്റെ പൃഥുവിൻ്റെ ആയിക്കോട്ടെ, ജീവന്റെ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. ദീപം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതല്ല, മറ്റേ സങ്കല്പാക്കുട്ടി വായിച്ചില്ലേ, സകല ചരാചരങ്ങൾക്കും അല്ലേ? ഈ ലോകത്ത് കാണുന്ന ഈ ചെടികൾ ഇവിടെ വരാൻ കാരണം എന്താ? ഇവിടെ ചൂട് കൂടാൻ കാരണം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളായിരിക്കും? എന്താ കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ ചൂട് ഇവിടെയാണ് ഇപ്പോൾ അല്ലേ? ഈ ഗണങ്ങളിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൽ തട്ടുമ്പോഴാണ്. സൂര്യപ്രകാശത്തിനും പ്രത്യേക ചൂടൊന്നുമില്ല, ഉണ്ടോ? വിമാനത്തിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, വിമാനത്തിൽ ഇതിന് മുകളിൽ കൂടെ പറന്നു പോകുമ്പോൾ 40,000 അടി മുകളിൽ കൂടെ പറന്നു പോകുന്ന അവിടെ ടെമ്പറേച്ചർ എത്രയാ? ഈ കണ്ണൂർ ആശ്രമത്തിന് മുകളിൽ കൂടെ പോകുന്ന ഫ്ലൈറ്റിന്റെ അവിടെ ടെമ്പറേച്ചർ എത്രയാ? എത്ര സാറേ? -20 അവിടുന്ന് ഞാൻ സൂര്യനിൽ നിന്ന് 40,000 അടി താഴെ വന്നിട്ട് കണ്ണൂർ വെള്ളിയാശ്രമത്തെത്തി ഇപ്പൊ 36 ഡിഗ്രി. എന്താ കാര്യം? സൂര്യനിൽ നിന്ന് അകന്നോരും നമുക്ക് ചൂട് കൂടുമോ? സൂര്യനിലേക്ക് അടുക്കുമ്പോഴാണ് ചൂട് കൂടുന്നത്. എപ്പോഴാണ് ചൂട് കൂടുന്നത്? അടുക്കുമ്പോഴാണ് ചൂട് കൂടുന്നത്. പക്ഷെ അവിടെ ചൂടില്ല, അവിടെ മൈനസാണ്. ഇങ്ങോട്ട് വന്നപ്പോ അല്ലേ, ബത്തേരി ആശ്രമത്തേക്ക് പോയാൽ ചൂട് കുറവാണ്. എന്താ കാര്യം? മലയുടെ മുകളിൽ കയറിയ ചൂട് കൂടുകയല്ലേ വേണ്ടത്. എന്താ കൂടെ കുറയാൻ കാരണം? അവിടെ ഞാൻ കൂടിക്കോളും, കുറച്ച് കഴിയും. മനുഷ്യൻ പോയി കൂടിക്കോളും. അവിടെയെല്ലാം നിലനിൽക്കുന്ന ജീവന്റെ കർമ്മവശം കൊണ്ട് മനുഷ്യനിൽ നിന്നുണ്ടായിട്ടുള്ള എന്തെല്ലാം ഗതികേടുകളാണോ, ആ കണങ്ങളിലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കണം? ചൂട് കൂടുന്നത്. അതാണ് പാലക്കാട് 42 ഡിഗ്രി. 18 അഗ്രഹാരങ്ങളുള്ള ആ കർമ്മത്തിന്റെ ഹോമവും ചാന്ദ്രങ്ങളും ചെയ്ത് ആ ഗതികേടിന്റെ കണങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഇതിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലായോ? പൗർണമിക്ക് നമ്മൾ ദീപം എടുത്ത് നടക്കുമ്പോഴും ഈ സങ്കല്പം, മോള് പാച്ച സങ്കല്പമില്ലേ, അത് നമ്മൾ സകല ചരാചരങ്ങളും ഇവിടെ നിൽക്കുന്ന സകലതിന് മാറ്റം വരുന്നത് ആരിലൂടെയാ? എൻ്റെ കർമ്മം കൊണ്ടാണ് അവർ ചൂട് കൂടുന്നത്. അതിനെ മാറ്റേണ്ടത് ആരുടെ കടമയാ? എൻ്റെ വീട്ടിൽ ചൂട് കൂടുന്നു, എൻ്റെ വീട്ടിൽ രോഗം വരുന്നു, എൻ്റെ വീട്ടിൽ ഒത്തൊരുമയില്ല, എൻ്റെ വീട്ടിൽ എല്ലാം കടം കയറുന്നു. ഞാനാണ് അതിൻ്റെ കാരണം, ഞാനും എൻ്റെ കുടുംബമാണ്. ഇത് മാറാനുള്ള സങ്കല്പമാണ് ഗുരു അതിൽ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സങ്കല്പത്തിലും ആ സങ്കല്പത്തിന്റെ രീതിയിൽ എൻ്റെ കുടുംബത്തിന്റെ സകലവിധ കർമ്മദോഷങ്ങളും, പ്രത്യേകിച്ച് ജാതി, മതം എന്നീ ഗതികേടിൽ നിന്നും, കടത്തിന്റെ ഗതികേടിൽ നിന്നും എൻ്റെ കുടുംബം രക്ഷപ്പെടണം. ഇത് പൗർണമിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. കാരണം പൗർണമിയിലാണ് ചെരിഞ്ഞിറങ്ങാൻ പറ്റുള്ളൂ. മറ്റേ ദിവസങ്ങൾ ചവിട്ടിക്കറണം അല്ലേ? അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് ആരുണ്ടാവില്ല? സൂര്യന്റെ ഊർജമില്ല, ഭൂമിയുടെ ഊർജമില്ല, ചന്ദ്രന്റെ ഊർജമില്ല. ഇന്നാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ മുകളിലേക്ക് വിടുക. അറിയോ നിങ്ങൾക്ക്? ഇതിനെ അടുപ്പിച്ചിട്ടായിരിക്കും ISROന്റെയും റോക്കറ്റ് എന്താ വിടണം? ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ദീപം എടുക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ കുടുംബത്തിന്റെ സകലവിധ ദോഷങ്ങളും മാറിക്കിട്ടണം, എൻ്റെ കുടുംബത്തിൽ വന്നുള്ള കടങ്ങൾ മാറിക്കിട്ടണം, എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത ഗതികേടിൽ നിന്ന് എനിക്ക് മാറ്റം കിട്ടണം.
അങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സകല മൃഗാദികൾക്കും, അല്ലേ, ജംഗമ വസ്തുക്കൾക്കും എന്ത് കിട്ടണം? ഇതിൽ മാറ്റമുണ്ടാവണം. ഇത് പ്രാർത്ഥിക്കാനാണ് നമ്മൾ പൗർണമി എടുക്കേണ്ടത്. അങ്ങനെ പൗർണമി വ്രതം എടുക്കണം. അതാണ് ഉച്ചയ്ക്കത്തെ ഊണ് സ്കിപ്പ് ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു. ഇന്ന് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ, ഇവിടെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അത് കഴിക്കാതെ പോയ ഇവിടെ ബാക്കി വരും. ഈ സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട കേട്ടോ. നല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കളയണ്ട, അതൊക്കെ കഴിച്ചോ കേട്ടോ. പക്ഷേ ഈ പായസം കഴിച്ചിട്ട് എന്നെ കാണാൻ വരരുത്. ദയവ് ചെയ്ത് പായസം കൂടി നിങ്ങൾ വേണമെങ്കിൽ ആ വഴിക്ക് പോയിക്കും. എൻ്റെ അടുത്തേക്ക് ദയവ് ചെയ്ത് വരരുത്. അനുവാദം ചോദിച്ചുകൊണ്ടോ പ്രസാദം ചോദിച്ചുകൊണ്ടോ വരരുത്. അത് ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഒരു അപേക്ഷയായിട്ട് പറയാം. ദീപം കഴിഞ്ഞിട്ട് വരണം. നിങ്ങൾ ദീപപ്രതിഷ്ഠ കഴിഞ്ഞാൽ അവിടെ നല്ല പ്രസാദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള എന്തൊക്കെയാ, നല്ല അവിലൊക്കെ നല്ല മധുരത്തിൽ ഗംഭീരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും തരാം. പാക്കറ്റ് വീട്ടിലൊക്കെ കൊണ്ടുപോയി അതെന്തായാലും 2 പ്രാവശ്യം ആരാധനയെ കഴിഞ്ഞ് അവർ പാക്ക് ചെയ്താണ്. 12 മണി വരെ നിന്ന് പ്രാർത്ഥിച്ച് പാക്ക് ചെയ്താണ്. അത് നിങ്ങൾക്ക് തരാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പറ്റുകയാണെങ്കിൽ രാവിലെ വരെ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മുടക്കരുത്. കാരണം ഈ ശരീരത്തിലുള്ളവരെ എന്തുള്ളൂ പൗർണമിയും പ്രാർത്ഥനയുള്ളൂ. ശരീരം വിട്ടാലോ അത് വേറൊരു ബോധം. ആ ബോധത്തിൽ എന്തില്ല? ഇപ്പൊ അമ്മയുടെ വെയിറ്റിൽ ഞാൻ ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ എൻ്റെ ബോധം എന്താ എൻ്റെ ബോധം? ആ DNA കിടക്കുന്നത് പോലെ എൻ്റെ നഖത്തിന്റെ അളവൊക്കെ അതിലുണ്ട്. അതനുസരിച്ച് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വളരുക എന്നുള്ള ബോധമേ എനിക്കന്നുള്ളൂ. ആഹാരം കഴിക്കണ്ട, ശ്വസിക്കണ്ട, വെള്ളം കുടിക്കണ്ട, ഒന്നും വേണ്ട. ഏത് ബോധത്തിലായിരിക്കണേ? 9 മാസം 10 മാസം ഇതുപോലെ വളർന്നാൽ മതി. ഡെയിലി ആരും നോക്കും? ഡോക്ടർ ഇങ്ങനെ നോക്കും, വളരെ കറക്റ്റാണ്, ഇതിന് ബോധത്തിന് വല്ല മാറ്റമുണ്ടോ? ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം തന്നെ നമ്മൾ തൂക്കി വെളിയിൽ കളിക്കും. അപ്പൊ നമ്മൾ ആ ബോധത്തിൽ പെർഫെക്റ്റായി ഇരുന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 10 മാസം നമ്മൾ അമ്മ ഇപ്പോ നമ്മളെ ഗർഭപാത്രത്തിൽ താങ്ങുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡോക്ടർ പ്രത്യേക അനുവാദം വാങ്ങും, സ്പെഷ്യൽ ഓർഡർ ഇട്ട് നമ്മളെ പുറത്ത് കളയും. അതേപോലെയാണ് ഇവിടെ. ഇത് ഭൂമിയുടെ ഗർഭപാത്രമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതേ ബോധത്തിൽ ഇരുന്നാൽ മതി, പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ അവിടെ പോകുമ്പോ എന്താ? ഈ ബോധത്തിൽ നിന്ന് മാറി മറ്റു ബോധത്തിൽ മാറുമ്പോൾ നമ്മൾ എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. അതിനാണ് പൗർണമി പ്രാർത്ഥന നമ്മൾ ഗുരു കൊണ്ടുവന്നത്. ഇത് മനസ്സിലാക്കുക. ബാക്കി അടുത്ത പൗർണമിക്ക് ഉണ്ടല്ലോ, ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ആ പൗർണമിക്ക് സംസാരിക്കാം കേട്ടോ. ചോദ്യമുണ്ടോ? ധ്യാനം എന്ന് പറയുന്നതും സങ്കല്പം എന്ന് പറയുന്നത്, സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണം ആ ധർമ്മത്തിൽ വരാൻ വേണ്ടിയാണ് സങ്കല്പം ചെയ്യുന്നത്. ധ്യാനം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാനും ജീവനൊരു സ്ഥായി ഭാവം കിട്ടാനാണ് ധ്യാനിക്കുന്നത്. ധ്യാനവും സങ്കല്പവും 2 രീതിയിലാണ് ചെയ്യുക. കണ്ണ് തുറന്നിട്ട് സങ്കല്പിക്കുക, നടന്നിട്ട് സങ്കല്പിക്കുക, ഇരുന്ന് സങ്കല്പിക്കുക. ധ്യാനം എവിടെ ചെയ്യാൻ പറ്റുള്ളൂ? ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്ക് വലിയ ധ്യാനമൊന്നും ഗുരു പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. നമുക്കൊരു 5 മിനിറ്റ് സങ്കല്പം ചെയ്താൽ മതി എന്നാ പറയുന്നത്, അല്ലേ? സങ്കല്പം എന്താണ്? സങ്കല്പമാത്രേന പരമേശ്വര എന്ന് പറയും. എന്താ അതിന്റെ കാരണം? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന സങ്കല്പത്തിലൂടെ, അല്ലേ? സങ്കല്പത്തിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സങ്കല്പത്തിന്റെ അച്ചുതൊണ്ടിലാണ് ആര് തിരിയണം? ഭൂമി തിരിയണം. സങ്കല്പത്തിന്റെ അച്ചുതണ്ടിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം എതിന് തിരിയണം? സൂര്യനെ തിരിയണം, അല്ലേ? അതിനൊരു സങ്കല്പം കൊണ്ടാണ്, അതിനൊരു ടൈമുണ്ട്. അപ്പൊ ആ സങ്കല്പത്തിന്റെ ആദിയിൽ നിൽക്കുന്ന സങ്കല്പത്തിലേക്ക് എത്താനുള്ള എൻ്റെ ജീവന്റെ ത്വരയാണ് സങ്കല്പം. നമ്മൾ സങ്കല്പിക്കേണ്ടത് ഗുരു പറഞ്ഞത് മാത്രമേ സങ്കല്പിക്കാവൂ. വേറെ പുതിയ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ പലവരും മറ്റവനും പണി കൊടുക്കണം, ഗുരുവേ അവന് അങ്ങനെ, ഇതൊന്നും അനുവദിച്ചില്ല. ഇത് ഗുരു പറഞ്ഞതിന് അനുവാദമില്ല, അല്ലേ? പിന്നെ എന്തേ ഉള്ളൂ? സകല ചരാചരങ്ങൾക്കും ഗുണം കിട്ടത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നശിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് ലോക സകല ചരാചരങ്ങൾക്ക് പാകിസ്ഥാൻ ഒഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. സകല ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിനെല്ലാത്തിനും എന്നാ പറഞ്ഞു. പാകിസ്ഥാനെയും പിന്നെ ആരാ നമ്മുടെ ചൈനയുടെയും ചരാചരങ്ങൾ ഒഴിച്ചിട്ടൊന്നും ഗുരു പറഞ്ഞിട്ടില്ല.
അപ്പം അതുപോലത്തെ ആയിരിക്കണം നമ്മുടെ സങ്കല്പങ്ങൾ. അപ്പോൾ പറഞ്ഞ എൻ്റെ ജീവൻ്റെ സകല കർമ്മദോഷങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ ദോഷവും മാറിക്കിട്ടണം. അപ്പോഴാണ് രാവിലെ ഭർത്താവ് എന്നെ ചീത്ത വിളിച്ചിരിക്കുന്നത്, അയാൾക്ക് ഒരു പണിയും കിട്ടണേ എന്ന് പറഞ്ഞ് നടക്കുമോ? അത് നടക്കില്ല കേട്ടോ, അതൊന്നും കിട്ടില്ല. ചിരിക്കാനല്ല ഇന്ന് രാവിലെ എന്തോ പറഞ്ഞില്ല, അതല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ സങ്കല്പിച്ചാൽ നടക്കില്ല. അത് പറഞ്ഞിട്ടുണ്ട്, സകല സങ്കല്പത്തിലേക്ക് ആ സങ്കല്പം ഞാനാണെന്നാണ് ഗുരു പറഞ്ഞു. നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത സങ്കല്പമൊന്നും ഇങ്ങോട്ട് പോവില്ല. അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ ചോദ്യം ക്ലിയർ ആയോ? മനസ്സിലായി? സങ്കല്പം എന്ന് പറയുന്നത് ആദിയിൽ നിൽക്കുന്ന സങ്കല്പത്തുമായി ചേർന്നുകൊണ്ടുള്ള സങ്കല്പം ചെയ്യാൻ പാടില്ല. അല്ലാത്ത സങ്കല്പങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് നിൽക്കൂല. സൂര്യൻ നാളെ വടക്കുരിക്കിരിക്കട്ടെ ഞാൻ സങ്കല്പം നടക്കുമോ? അതല്ല. അത് തന്നെ അതിൻ്റെതായ ഒരു ധർമ്മമാണ്. അതിലുള്ള ഗുരു പറഞ്ഞു തരും അല്ലേ? സിലബസിലുള്ള ക്വസ്റ്റിന് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പാടുള്ളൂ അല്ലേ? അല്ലാത്ത വരും കേട്ടോ. പിന്നെന്താ? ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഷർട്ടിടാത്തതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. തലമറക്കുന്നത് പോലെ ശരീരത്തിലെ വിയർപ്പും നീല രോഗങ്ങൾക്ക് ഭക്ഷണത്തിൽ വീഴാതിരിക്കാൻ. അല്ല, അതിന് ഗുരു പറഞ്ഞത് ഈ പറയുന്ന പോലെ ഈ ഷർട്ട് എന്ന് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുമോ? സൂക്ഷിക്കുമോ? സൂക്ഷിക്കില്ല. എത്രയോ പേരെ ഷർട്ടുകളൊക്കെ കഴുകണത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് പറഞ്ഞത് ഈ ഷർട്ടിൽ വയർപ്പ് നിൽക്കും. നമ്മൾ കുറേ കഴിയുമ്പോൾ ഷർട്ടിൽ വയർപ്പ് നിൽക്കും. ഈ വയർപ്പും എന്താ സംഭവിക്കണം? ഇതെവിടെ ആഹാരത്തിന് നല്ലതല്ല. അപ്പോൾ ഗുരു പറഞ്ഞത് തുടയ്ക്കണം. എപ്പോഴും ഈ പറഞ്ഞ ഷർട്ട് വരുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തോർത്ത് കയ്യിൽ വെച്ചോളണം എന്നും. ഒരു തോർത്ത് കയ്യിൽ വെക്കണം. അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം. പിന്നെ അടുത്തെന്താ? പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത്. ആ പ്രാർത്ഥന ആരുടെ? ഗുരുവിൻ്റെ കണങ്ങളാണ്. ആ കണങ്ങളിൽ പൂർണ്ണത വരണമെങ്കിൽ എനിക്കെന്ത് വേണം? ആ പൂർണ്ണതയുള്ള കർമ്മത്തിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എടാ വസ്ത്രം ഈ ഷർട്ടിട്ടാലുള്ള ആ വസ്ത്രത്തിന് അതോളം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥനാലയത്തിലും അടുക്കളയും രണ്ടും ഈക്വലാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അത് അഴിച്ചു വെച്ചാൽ നല്ലത്. പക്ഷെ ഇന്നത്തെ മോഡേൺ സയൻസിൽ ഷർട്ടിട്ടാൽ വേർപ്പ്, ചെരങ്ങ്, ദേഹത്ത് കാണുന്ന ഈ കാണുന്ന ഇതൊന്നും പുറത്താരും കാണില്ലല്ലോ, വേർപ്പ് ഒറ്റ വീഴില്ലേ? ഒറ്റ വീഴുന്നത് തെറ്റന്നെയാണ്. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ എപ്പോഴും എന്ത് വേണം? ഇടുപ്പിലൊരു തോർത്ത് വേണം. തുടച്ചിട്ടേ നിങ്ങൾ നിൽക്കാവൂ. അല്ല, അത് ഞാനും ചോദിച്ചാണ്. അല്ല, പണ്ട് ശാന്തിഗിരി ഞാൻ പോയപ്പോൾ അവിടെ ആഹാരം ഉളമ്പുന്നവരെ വയറൊക്കെ കണ്ടിട്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. നല്ല വയറൊക്കെ വെച്ച് നല്ല ജിമ്മുകളാണ് ആഹാരം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇവർക്ക് ഷർട്ട് ഇട്ടാൽ എന്താ? കാണാൻ വിരൂപമായ ആൾക്കാരല്ലേ? അപ്പോൾ പറഞ്ഞു, പാചകം ചെയ്യുന്നവിടെയും ഇവിടെയും ഗുരു പണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാരണം ഇതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഗുരുവിൻ്റെ നിർദ്ദേശം വളരെ പെർഫെക്റ്റാണ്, അത് ഗുരുവിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പിന്നീട് പല ഗ്രന്ഥങ്ങളിലും വന്നപ്പോൾ അതിന് മനസ്സിലായ കാര്യം, ഈ മേലിടുന്ന ഈ ഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ അർത്ഥത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പോയാൽ നല്ലതാണ്. പക്ഷെ എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ വയർത്ത് വെള്ളം നിറഞ്ഞു നിൽക്കും. മറ്റേതാകുമ്പോൾ എന്താണ്? തുടച്ചിട്ട് നമുക്ക് വീണ്ടും അതിന് മാറ്റാം. അധികം വയർപ്പായ എന്ത് പറഞ്ഞിട്ടുണ്ട് ഗുരു? പുറത്തിറങ്ങിക്കോണം. ആഹാരം ഉണ്ടാക്കണം അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് ഇറങ്ങണം. ആരാധനാലയത്തിൽ നിന്നും പുറത്തിറങ്ങണം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് ചൂടാണ്, വയർപ്പാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ ഇറങ്ങി മാറി നിന്ന് തുടച്ചോളണം. അതിന് എപ്പോഴും നമ്മൾ ചൂടുള്ള സമയത്ത് ഞങ്ങളെപ്പോഴുള്ള ഒരു ഷാള് കൊണ്ടും, അല്ലാത്തവരെന്ത് ചെയ്യും? ഒരു ടവൽ എപ്പോഴും കയ്യിൽ വെക്കും, തുടയ്ക്കണം. മനസ്സിലായോ? ഈ പറഞ്ഞത് ശരിയാണ്. വയർപ്പ് വീണാൽ പ്രശ്നം തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ വയർപ്പ് വീഴാത്ത ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള അറിവ് ആർക്ക് വേണം? നമുക്ക് വേണമെന്നാണ് ഗുരു. അങ്ങനെയുള്ളവനെ എവിടെ കയറാവൂ? അടുക്കളയിലും ശ്രദ്ധാപൂർവം ചെയ്യണം. ശ്രദ്ധയില്ലാതെ ചെയ്താൽ ഇതൊക്കെ അപകടങ്ങളായി വരും. ഇനി വല്ല ചോദ്യമുണ്ടോ? അപ്പോൾ ഷർട്ട് എന്ന് പറയണത് കൊണ്ട്, ഷർട്ടൊക്കെ അടുത്ത കാലത്ത് വന്നാണ്. ഏകദേശം കേരളത്തിൽ ഷർട്ട് വന്നിട്ട് എത്രയായി? ഒരു 50-55 കാലത്തിലേക്ക് ഷർട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എൻ്റെ കണക്കൂട്ടിൽ. സാരി വന്നിട്ട് എത്രയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. നമ്മൾ മുണ്ടും ഇതൊക്കെ മാറ്റിയിട്ട് ഷർട്ട്, ഈ സാരിയൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഒരു 1947, 48, 49, 50 കാലങ്ങളായിട്ട്.
അതുവരെയൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ മേൽമുണ്ടും ഇതൊക്കെ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വലുവരെ. അപ്പൊ അതൊരു മോശമാണെന്നല്ല പറഞ്ഞു. ഇപ്പൊ ചുരിദാറിനെ മോശമായിട്ട് പലരും പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഗുരു ചുരിദാർ മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെയുള്ള വയസ്സായ കുറെ അമ്മമാര് പറയുന്നുണ്ട് ചുരിദാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഗുരു പറഞ്ഞിട്ടില്ല കേട്ടോ. ചുരിദാർ നല്ല വസ്ത്രം തന്നെയാണെന്നാ പറഞ്ഞു. നമ്മുടെ ജന്യന്മാരുടെ വസ്ത്രം ഏകദേശം അതുപോലെയാണ് അല്ലേ. അപ്പൊ അറിയുന്നത് നിങ്ങൾ ഷർട്ട് ഊരിയിട്ടായാലും ഷർട്ട് ഇട്ടിട്ടായാലും വേർപ്പതിൽ പറ്റാൻ പാടില്ല. മുടി വീഴരുത്. ശ്രദ്ധയില്ലാതെ ഈ കയ്യിലൊന്നും എടുത്ത് അവിടെയും ഇവിടെ ഇടരുത്. വളരെ വൃത്തിയായിട്ടും പരിശുദ്ധിയോടുകൂടി വേണം ആഹാരം കൊടുക്കാൻ. അത് ഇനിയിപ്പോ ഷർട്ടിട്ടാലും ഷർട്ടിട്ടില്ലെങ്കിലും എന്ത് വേണം? ശ്രദ്ധയോടുകൂടി ആഹാരം വിളമ്പണം. നമ്മളതുകൊണ്ടാണ് ഈ ആഹാരം വിളമ്പുമ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് അതിൽ ഒറ്റാന്ന വിധത്തിൽ ആവരുതെന്നും ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം എന്നൊക്കെ ഗുരു പറഞ്ഞു. കാരണം ഇത് പ്രസാദമാണ്. ഗുരുപ്രകാശത്തിൽ നിൽക്കുന്ന പ്രകാശമാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രസാദമാണ്. അത് കഴിഞ്ഞു. ആ 41 ദിവസത്തെ സങ്കല്പം കഴിഞ്ഞു. അത് ദൈവത്തിൽ നിന്ന് പറഞ്ഞു കിട്ടിയതാണ്. ഇനി വെറും പൗർണമിയുടെ സങ്കല്പം തന്നെ വീണ്ടും തുടരണം. ജീവന്റെ സാധനം മോള് പറഞ്ഞ പോലെ സകല ചരാചരങ്ങൾക്കും എന്റെ ദോഷം കൊണ്ടാണ് ഇവിടെ കണ്ണൂരിന് ചൂട് കൂടിയിരിക്കുന്നത്. ഗുരു പറഞ്ഞതുപോലെ, ഗുരുവെ എന്നാണ് ഈ ശാന്തിഗിരിയുടെ കടമൊക്കെ വീടുക ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി തന്നാൽ മതി, ഇവിടുത്തെ ഒരു കടവും ഉണ്ടാവില്ല. ഈ മഹാഭാവികളെ നിങ്ങളെല്ലാം കൂടി ഇവിടെ കൂടി എനിക്കൊരു മേൽമുണ്ടും ഒരു കീഴ്മുണ്ടും ഒരു 100 പേർക്ക് സുഖമായി കഴിക്കാനുള്ള കാശ് കൂടി ഉണ്ടാവും. പക്ഷെ ചരരാശി ജനിച്ച് കടത്തിന്മേൽ കടമായി ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത ഭാഗ്യം കെട്ടവരായി നമ്മൾ അവിടെ ചെന്നപ്പോൾ ഗുരു എന്ത് ചെയ്തു? ഗുരുവും പട്ടിണി കിടന്നു. ആർക്കു വേണ്ടി? എന്നാണോ എൻ്റെ കൂടെ വരുന്നവന് ഭാഗ്യമുണ്ടാവുന്നവരെ ഗുരു എന്ത് ചെയ്തു? പട്ടിണി കിടന്നു. എത്ര കാലം കിടന്നു പറയൂ. ഇതാണ് ഗുരു മറുപടി തന്നത്. എനിക്കിതൊന്നും പ്രശ്നമില്ല, ഞാനൊന്ന് സങ്കല്പിച്ചാൽ ഈ പറയുന്ന എല്ലാം ഇവിടെ വരും. ഈ ചരാചരങ്ങളിൽ കാണുന്ന സകല കുറവിൻ്റെയും ഒരു രൂപം എന്നിലും ഉണ്ട്. അപ്പൊ ഞാൻ നന്നായാൽ അത് നന്നാവും. ഞാൻ നന്നായാൽ അവിടെ ചൂട് പറയും. ഞാൻ നന്നായ യുദ്ധം പോയി. യേശുവിനെ കുറിച്ച് തറച്ചതിന്റെ കർമ്മഗതി മാറിയാൽ അവിടെ യുദ്ധം കഴിഞ്ഞു. ശങ്കരാചാര്യരോട് അപമാരിയായി പെരുമാറിയതിന്റെ ഫലം മാറിയപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായി? ആന്റണി എന്തായി? ഇന്ത്യയുടെ 2ാം സ്ഥാനത്തിൽ വരെ എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യതയായി അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കയറി വന്നത്? ഇതാണ് അതിന്റെ കാരണം. ഇനി വല്ലതും പറയാനില്ലെങ്കിൽ ഉണ്ടോ? അതെന്തോ ചോദിക്കാണ്ട്? അല്ല, ഇങ്ങോട്ട് ചോദിച്ചോ. അമ്മ ചോദിച്ചോ. എന്താണ് വേഗം? ഇത് തന്നെയാണ് ഈ ഗുരുവിന്റെ ഈ പ്രകാശമാകുന്ന ഈ പ്രകാശത്തിന്റെ മീഡിയാണല്ലോ ഇത് ഭസ്മം അല്ലേ? മാധ്യമമാണത്. അതിലൂടെ എൻ്റെ ജീവന്റെ ഇരുട്ട് അന്ധകാര വിനാശത്തെ, അന്ധകാരം പോയിട്ട് എന്തുവരെ എൻ്റെ ജീവൻ പ്രകാശിക്കണം. അതിനാണ് ഞാൻ ഇവിടെ ഇടുന്നത്. എവിടെയാണ്? ഒരു ഭ്രൂണത്തിൽ അല്ലേ? ഇതെന്നാ എൻ്റെ ഏറ്റവും എനർജി ഉള്ള സ്ഥലമാണ്. മർമ്മറിയുന്ന ഒരാളുണ്ട് ഇവിടെ. ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവിടെ അടിയടിച്ചാൽ മതി. പിന്നാലിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അതാണ് ഇവിടെ ഒരു പ്രകാശം കാണിക്കുന്നത് എല്ലാ ഫോട്ടോയിലും. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ അതിനാണ് സ്ത്രീകളെ കൊണ്ട് എപ്പോഴും ഇവിടെ ഇരുന്ന് എന്തിനാണ് അങ്ങനെ ഇടിപ്പിക്കണം? അടങ്ങി നിൽക്കണം, നീ അമ്മയാണ് അല്ലേ? അടങ്ങാതെ പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ അടിമയാവാൻ നിൽക്കാനല്ല പറഞ്ഞു. നിന്റെ ചിന്താഗതിയും ധർമ്മവും നീതിബോധമായിരിക്കണം. അല്ല വേറൊന്നുമില്ല. നിങ്ങൾ അപ്പം തന്നെ ഭർത്താവിന്റെ കാലിൽ വീണ് ഭർത്താവാണ് ദൈവം എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയൊന്നും ഗുരു പറഞ്ഞു. എന്നാൽ അവരെല്ലാം ഇതേപ്പെട്ട് നിങ്ങളൊരു കുടുംബം കൊണ്ടുപോകണം. അതിനാണ് ഇവിടെ നമ്മൾ ഭസ്മൂട്. മനസ്സിലായോ? അത് ഇട്ട പാത്രയിൽ നമ്മുടെ ഒരു പഞ്ചഭൂതമായ ത്വക്കിലൂടെ എവിടെ എത്തും? പഞ്ചകോശമായ അന്നമയ കോശത്തിലേക്ക് എത്തും. തൊട്ട് നിൽക്കുന്ന അന്നമയ കോശമാണ്. അതാണ് അത് സൂക്ഷിച്ചിടണമെന്ന് പറയും. കാരണം അത് എത്ര ആരാധന കൊള്ളണം? എത്ര ആരാധന കൊണ്ടാലാണ് ഭസ്മം പൊതിയ? ആർക്കറിയാം? ഭസ്മം തരുന്നു, ഒപ്പം മുട്ടായി കിട്ടണോ, കഴിക്കുന്നു. 10 ആരാധന. കറക്റ്റ്. 10 ആരാധന ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭസ്മം പൊതിയാൻ പറ്റും. അല്ലാതെ എടുത്തൊന്നും പെട്ടെന്ന് പോയി തരാൻ പറ്റില്ല കേട്ടോ. മനസ്സിലാക്കിക്കോളാം. ഞാൻ താപ്പയ്ക്ക് ചോദിക്കാം. എന്താണ് ചരരാശി എന്ന് പറഞ്ഞ? ഒന്നുമില്ല. എന്ത് തൊട്ടാലും
എന്ത് തൊട്ടാലും അവന് പൂർണ്ണത എത്താൻ പറ്റില്ല. ചരമില്ലാതെ പോവും. ചരമില്ലാതെ പറഞ്ഞാൽ അത് പൂർത്തിയാക്കില്ല അവർ. എന്തും ആയിക്കോട്ടെ. ഒരു 4 ചന്ദനത്തിരി കൊടുത്തത് കൊളത്തറ പറഞ്ഞാൽ 2 ചന്ദനത്തിരി കൊത്തിയിട്ടുണ്ടാവും, കത്തിണ്ടാവില്ല. പ്രാർത്ഥിക്കണം, ഒറ്റ വഴിയുള്ളൂ. ഗുരു പറഞ്ഞത് ഒറ്റ വഴിയുള്ളൂ. എടാ, പക്ഷെ ഗുരു പറഞ്ഞിട്ടുണ്ട്, നിന്നിൽ അത് കുറച്ചേ മാറുള്ളൂ, നിന്റെ അടുത്ത തലമുറ ഞാൻ മാറ്റിത്തരാം. ഇപ്പോൾ വികലാംഗനായ ഒരുത്തം വന്നു. ഗുരു പറഞ്ഞു, എടാ നിന്റെ ജനിക്കുമ്പോൾ തന്നെ വന്നു, നീ ചരരാശിയെ ജനിച്ചു പോയി, വികലാംഗനാണ്, പക്ഷെ നിന്റെ മക്കളിൽ അതുണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരും. നീ ഇവിടെ നിൽക്കുകയാണ്. ക്യാൻസർ വന്ന ഒരാൾ വന്നു, കൊടിയേരി ബാലകൃഷ്ണ സാർ. എന്താ ഗുരു പറഞ്ഞത്? ഇത് തലമുറയായി കിട്ടിയതാണ്, സമയം നീട്ടിത്തരാം, അടുത്ത തലമുറയ്ക്ക് വരാതെ നോക്കാം. അല്ലേ? അതിനെന്ത് ചെയ്യും വേണം? ഗുരുവിന്റെ വാക്കും അനുസരിക്കണം. അല്ലാതെ ന്യൂട്രല് മുങ്ങാൻ പറ്റില്ല. അതാണ്, എന്തും പൂർത്തിയാക്കില്ല അവര്. അത് പലവരുണ്ട്. ഇപ്പൊ ചിലവർക്ക് ഇതുപോലെ വസ്ത്രം കൊടുക്കുമ്പോഴും ഗുരു പറയാറുണ്ട്, വസ്ത്രം കൊടുക്കുകയാണ് ആദ്യത്തെ, ഗുരു പറയടാ നിനക്കിത് പൂർത്തിയാക്കാൻ പറ്റുമോ എനിക്ക് ഉറപ്പില്ല, എങ്കിലും സാർ ചെയ്യണ പോലെ നീ പരീക്ഷ എഴുതിക്കും, പാസ്സായി ചരാശ. അവരൊന്നും എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായി. പക്ഷെ അവരെയും ഗുരു ഏറ്റെടുക്കും, ഗുരു കൈവിടില്ല. അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ നോക്കിക്കോളാം, എന്നവിടെ നിർത്തുക. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? അവിടെ ഒരാളുണ്ടായിരുന്നു, പേരൊന്നും പറയുന്നില്ല, ആളുണ്ട് ഇവിടെ, ബുക്കിലുണ്ട്. അപ്പം അയാള് എന്ത് ചെയ്താലും അവിടെ നാശമാണ്. അങ്ങനെ ഗുരു ഇവിടെ കൊണ്ട് തൊഴുത്തുകൊണ്ട് നിർത്തി. കറക്റ്റ് ഓരോ മാസത്തിൽ ഓരോ പശുവാകും. അവസാനം നല്ലൊരു പശുവിനെ കൊണ്ട് ഒരാൾ സമർപ്പിച്ചു, നല്ല ആരോഗ്യമുള്ളത്, ഗുരുവിന് ഭയങ്കര ഇഷ്ടമായി, അതും പോയി. അല്ലേ? ഗുരു പറഞ്ഞു, അപ്പോ ആരോ പറഞ്ഞു അവനെ അവിടുന്ന് മാറ്റണം. മാറുക മാത്രം പോരാ, ഇവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, കർമ്മം ചെയ്യണം. അതാ ഞാൻ പറഞ്ഞു കഥ പറയാൻ പോകണം. എന്നിട്ട് അയാളോട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പറഞ്ഞയക്കണം പറഞ്ഞു അന്നത്തെ ജനറൽ സെക്രട്ടറി. ഗുരു പറഞ്ഞു ചെയ്യരുത്, ഞാനല്ലാതെ പിന്നെ അവൻ ആര് രക്ഷിക്കും? ഒരു കാര്യം ചെയ്യും, അവനെ അവിടെ കൃഷി സ്ഥലം 25 ഏക്കറാ, അവിടേക്ക് അവൻ പോട്ടെ, എന്നിട്ട് ഒരു സ്ഥലം മുഴുവൻ വെട്ടി വൃത്തിയാക്കട്ടെ, പാലോട്ട് കൊണ്ടത്തേക്ക് അയക്കുക അവനെ. രണ്ടവിടെയും പോയി വെട്ടാൻ തുടങ്ങി മൂപ്പര്. അപ്പോൾ ഗുരുവേ അവിടെ ഒരുപാട് കീടാണുക്കളാണ്, അതിലൂടെ ഒന്നും ചെടി വെച്ചാൽ വരില്ല, ഒക്കെ ചത്തുപോണു, ഒക്കെ ചാവട്ടെ. കുറേ കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ വരാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, നീ കാരണം അവിടെ ഒരുപാട് ജീവികൾ മരിച്ചുപോയി, നിന്റെ കർമ്മഗതി അവിടം കൊണ്ട് തിരുത്തി, നിന്റെ വേർപ്പ് കാരണം, ഇനി നീ പേടിക്കണ്ട, നീ ഇവിടെ നിന്നോ. ഇപ്പൊ നിൽക്കുന്നുണ്ട് കേട്ടോ അയാൾ, അതാണ് അയാളുടെ പേര് പറയും. ഈ നാളെ നിങ്ങൾ അതിനെ നീ അങ്ങനെയൊക്കെ ഇരുന്നുള്ളതെന്ന് പറയല്ലേ, അത് പേടിച്ച് ഞാൻ പറയാതിരിക്കുന്നു. അയാളിപ്പോൾ ശാന്തിഗിരിയിൽ നല്ല ലെവലിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം അയാളുടെ വേർപ്പ് വീണ് ആ കീടങ്ങളെല്ലാം ചത്തുപോയി. അവിടെ വെട്ടിയ ഈ കാണുന്ന ഇതുപോലത്തെ കീടങ്ങളൊക്കെ ചത്ത് അവിടെ നല്ല കൃഷി ചെയ്യാൻ പറ്റും. അയാളുടെ ചരരാശി എന്തായി? മാറി. പറ്റില്ല. കുംഭ മാത്രം പോരെ, ഇവിടെ വന്ന് കർമ്മം ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. ന്യൂട്രൽ പരിപാടി അവിടെ പോയി കുംഭം എടുക്കൽ, അതൊന്നും അങ്ങനെയല്ല. കുംഭം എടുക്കാൻ പോകണമെങ്കിൽ തലേദിവസം തന്നെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇതാണ് കേട്ടോ. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വന്ന് നല്ലോണം പ്രാർത്ഥന ചെയ്ത് ചിട്ട ചെയ്ത് ആരെയും കുറ്റം പറയാതെ നിങ്ങൾ നടത്തി നിങ്ങളുടെ ചരരാശി മാറും. അല്ലാതെ അവൻ്റെ ചരരാശി മാറി അവൻ തന്നെ കഷ്ടപ്പെടും. സഹായിക്കും. വെരി ഗുഡ്. അത് ചെയ്യാം, ഒരു അമ്മ എന്ന നിലയിൽ അത് ചെയ്യാം. ഇനി ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്, എപ്പോഴത് നിർത്തുക? ആഹാരം കഴിക്കണം, പായസം ചൂട് കമ്മിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. നിർത്തട്ടെ? സങ്കല്പം പറഞ്ഞ ഒട്ടിച്ചു കൊടുത്തോ? സകല ചരാചരങ്ങൾക്ക് ഗുണം കിട്ടത്തേക്ക് എന്താ ചോദിക്കാൻ വരികയാണോ? ഒരു സംശയമുണ്ട്. വേഗം ചോദിക്കണം. എല്ലാം തുറന്നിടണം, അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ അടച്ചിടണം, കാരണം കള്ളം കയറും. വേണമെങ്കിൽ അടച്ചു വിട്ടോളാം, ആളുണ്ടെങ്കിൽ തുറന്നിടാം. അപ്പൊ നമ്മുടെ വീട്ടിൽ കള്ളം കയറി വരികയാണ്, ജന്തുക്കൾ പോട്ടെ, അത് പിന്നെ നമുക്ക് ഓടിച്ചു വിടാം. കള്ളം വന്നിട്ട് കണ്ടിട്ട് നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയാലോ കേട്ടോ. അങ്ങനെയൊന്നുമില്ല. 5 മണിക്ക് 5-5 കാലാകുമ്പോഴേക്ക് വീട്ടിൽ പ്രാർത്ഥന തുടങ്ങണം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യവും കഴിയുമ്പോൾ 6 കാലം നമുക്ക് നിർത്താം. പിന്നെ അസതോമ ചൊല്ലരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കേട്ടോ. അസതോമ ചൊല്ലണ്ട, നിങ്ങൾ കഴിഞ്ഞ് സങ്കല്പം നമസ്കരിച്ചാൽ മതി കേട്ടോ. അതേ ഉള്ളൂ.
ആശ്രമത്തിൽ മാത്രമേ അത് ചൊല്ലുള്ളൂ. അതും ആരാധന അടുത്ത യാമത്തിലുണ്ടെങ്കിൽ ചൊല്ലില്ല. ഇപ്പൊ ഇന്ന് ചൊല്ലില്ലല്ലോ, ഇനി രാത്രി 9 മണിക്ക് ചൊല്ലുള്ളൂ. നിർത്താറായി, സമയമായി. ആ സാമ്പാറൊക്കെ അങ്ങനെ അവിടെ പ്രശ്നമായി നിൽക്കുകയാണ്. നീ നന്ദി പറയാൻ വേണ്ടിയിട്ട് വീണ ടീച്ചർ. അപ്പൊ എന്റെ വാക്കുകൾ പരമകാരുണ്യവനായ ഗുരുവിന് തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരു ഈശ്വരൻ. നമ്മുടെ എല്ലാവരുടെയും ഗുരുവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനം